ഒരു പുതുജീവനെ പ്രാപിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. ചില വരികൾ ഞാൻ പാടുമ്പോൾ നിങ്ങൾ നിന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാട്ടെ. എനിക്കു പാട്ടും പ്രശംസയോ ദൈവ കുഞ്ഞാടും തൻ കുരിശോ. എനിക്കു പാട്ടും പ്രശംസയോ ദൈവ കുഞ്ഞാടും തൻ കുരിശോ. യേശു ഒരു പ്രാവശ്യം കൂടെ പറയാമോ നമുക്ക്? എനിക്കു പാട്ടോ പ്രശംസയോ ദൈവ കുഞ്ഞാടും തൻ കുരിശോ. എനിക്കു പാട്ട് യേശുവേ പ്രശംസയോ ദൈവ കുഞ്ഞാടും തൻ കുരിശോ. ദൈവ കുഞ്ഞാടും തൻ കുരിശും. ദൈവത്തിൻ്റെ ആത്മാവേ, ശക്തമായി ഞങ്ങളുടെ മതിൽ നീ പ്രവർത്തിച്ചതിനായി സ്തോത്രം ചെയ്യും. വാഞ്ചയോടെ ആഗ്രഹത്തോടെ കടന്നു വന്നിരിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തണമേ. അടിൻ്റെ പക്കലൊന്നുമില്ല, ഉള്ളതെല്ലാം അങ്ങേക്ക് സമർപ്പിച്ചിരിക്കുന്ന കർത്താവേ, നീ തന്നെ ഇറങ്ങി വന്ന് ക്രിയ ചെയ്യണമേ. വർഷങ്ങളായി ഭാരപ്പെടുന്നവർ, പലവിധമായ വിഷയങ്ങളുടെ മേൽ ഭാരപ്പെടുന്നവർ ഉണ്ട് കർത്താവേ. വിഷയങ്ങൾ പുറത്തു പറയാൻ കഴിയാതെ വണ്ണം ഉള്ളിൽ ഞെരുക്കത്തിൻ്റെ അനുഭവത്തോടുകൂടെ ഇന്ന് പകൽക്കാലം അങ്ങയുടെ മുഖത്തെ അന്വേഷിച്ചുകൊണ്ട് അനേകതിനകത്തുണ്ട് കർത്താവേ. ഹല്ലേലൂയ. അവരുടെ ഹൃദയങ്ങളോട് സംസാരിക്കണമേ. പുറത്ത് ചിരിയുണ്ട്, പുറത്ത് ഹല്ലേലൂയ സന്തോഷമുണ്ട്, അകത്ത് ഹല്ലേലൂയ വലിയ ഭാരത്തോടെ വലിയ വ്യസനത്തോടെ ഓരോ ദിവസം തള്ളി നിൽക്കുന്ന നിന്റെ മക്കളെ അവിടെ നിന്ന് കാണണമേ. ഹല്ലേലൂയ. പുറത്ത് നന്നായി ചിരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ടെങ്കിലും ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് അവിടുന്ന് ക്രിയ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ അന്വേഷിച്ചു വന്നവരെ ആരെയും അങ്ങ് വെറുതെ വിട്ടിട്ടില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മധ്യയിലായിരിക്കുവാൻ കർത്താവ് ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങൾക്കും മുഖാന്തരങ്ങൾക്കും ഞാൻ കർത്താവിനെ നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട സാറിനും ആൻറ്റിക്കും ലയൺ പാസ്റ്റർക്കും എൻ്റെ സഹ ദൈവദാസന്മാർക്കും ഈ സഭയിലെ എല്ലാ വിശ്വാസികൾക്കും, പ്രത്യേകിച്ച് എൻ്റെ മാതാവ് കടന്നു വന്നിട്ടുണ്ട്, എൻ്റെ മാതാവിനും കുടുംബത്തിനും ക്രിസ്തീയ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്രകാരം ഈ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലെ ആരംഭ ദിവസത്തിലെ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം സംസാരിപ്പാൻ കർത്താവ് എന്നെ ഉപയോഗിച്ചതോർത്ത് നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വിശേഷിത്ത ഒരു പ്രത്യേക ദൂത് എനിക്ക് തന്നിട്ടുണ്ട്. അതിനു മുൻപായി ഞാൻ ആ കാര്യം പറയട്ടെ. നമ്മളൊരു ഗിഫ്റ്റ് ബോക്സ് അല്ലെങ്കിൽ ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ടുവരുമ്പോൾ അതൊരു കേക്കോ അല്ലെങ്കിൽ മറ്റ് സ്വീറ്റ്സോ എന്തെങ്കിലും ആകട്ടെ, അതുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ ആദ്യം ഗൃഹനാഥൻ ആ ഗിഫ്റ്റ് ഒന്ന് പൊട്ടിക്കും. പൊട്ടിച്ചതിന് ശേഷമാണ് മറ്റുള്ളവർക്കത് പകർന്നു കൊടുക്കുന്നത്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 1-ാമത്തെ ദിവസം സാറ് ആ കെട്ടങ്ങോട്ട് പൊട്ടിച്ചു. ഇനി എൻ്റെ ഡ്യൂട്ടി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഓരോന്നെടുത്ത് നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ്. സ്തോത്രം. യഹോവ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ അത് തുറന്നു, ആ ഗിഫ്റ്റ് അങ്ങോട്ട് തുറന്നു കഴിഞ്ഞു. ഇനി 3 ദിവസങ്ങളിൽ നിങ്ങൾക്ക് അതങ്ങോട്ട് കൊണ്ടുവന്ന് തരികയാണ്. നിങ്ങളത്
പ്രാപിച്ചോണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഉപവാസ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കെന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന കോയമ്പത്തൂർ സഭയ്ക്ക് വളരെ സന്തോഷമാണ്, കൊണ്ടാട്ടമാണ്. കൊണ്ടാട്ടം എന്ന് പറഞ്ഞാൽ ആഘോഷമാണ് ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 3 ദിവസം, 7 ദിവസം, 21 ദിവസം അങ്ങനെ നീണ്ടുപോകും. അവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചാൽ പെട്ടിയും പ്രമാണവും ഒക്കെ എടുത്തിട്ട് ആൾക്കാർ സഭയിലേക്ക് വരും, അവിടെ താമസിക്കും. വരുന്നൊരു ഉപവാസമായിരിക്കില്ല, ഞങ്ങളായിരിക്കും ഉപവാസം കൂടുതൽ. കാരണം ഒക്കെ പുതിയ ആത്മാക്കളാണല്ലോ, അതുകൊണ്ട് അവരെ ഉപവസിക്കാനായിട്ട് കഴിയില്ല. അവർ ഈ പെട്ടിയും പ്രമാണമൊക്കെ ആയിട്ട് അവിടെ വരും. 3 ദിവസമാണെങ്കിൽ 3 ദിവസം, 10 ദിവസം 10 ദിവസം അവിടെ ഇരുന്ന് വിടുതലോടെ കടന്നു പോകുന്ന അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എത്രയോ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. വന്നവരെല്ലാം വിടുതലോടെ, അത് സാധാരണമാണ്, വിടുതലൊന്നുമല്ല. ഇവിടെ പറയാൻ പ്രൈസ് ഹാലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് തന്നെ എനിക്ക് ഭയമുണ്ട്. അതുപോലെ വിടുതലുകൾ എൻ്റെ കണ്ണിന് മുമ്പിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. നേരെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. സ്തോത്രം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ടു വരുന്നത്. ഇന്ന് പകൽക്കാലം പ്രൈസ് ലോർഡ്, ദൈവത്തിന് ഒരു മാറ്റവുമില്ല. ഹല്ലേലൂയ, അവൻ്റെ ശക്തിക്ക് ഒരു മാറ്റവുമില്ല. ഇന്ന് പകൽക്കാലം ചില കാര്യങ്ങൾ ദൈവം ചെയ്തേ തന്നെ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ, ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ കരം ഇറങ്ങും. ഹല്ലേലൂയ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ചിലർക്ക് ദൈവത്തിൻ്റെ വിടുതൽ പ്രാപിക്കാനായിട്ട് കഴിയും. ഈ ഉപവാസ പ്രാർത്ഥന ചില കെട്ടുകൾ പൊട്ടും. ഈ ഉപവാസ പ്രാർത്ഥനയിലെ ഹല്ലേലൂയ ചിലരെ ദൈവം പണിതെടുക്കും. ഹല്ലേലൂയ, ഉപവാസ പ്രാർത്ഥനയിലെ ചിലരെ ദൈവം പൊളിച്ചു കളയും. ഹല്ലേലൂയ, ഉപവാസ പ്രാർത്ഥനയിലെ ചെങ്കോൽ നിനക്ക് നേരെ പ്രശ്നം നീട്ടുന്ന ദിവസങ്ങളാണെന്ന് ഇന്ന് പകൽക്കാലം മറന്നു പോകാതെ. നിയമപ്രകാരമല്ലെങ്കിലും ഹല്ലേലൂയ നിന്റെ നേരെ ചെങ്കോൽ നീട്ടുന്ന ദിവസങ്ങളാണ് ഈ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. ഇന്ന് പകൽക്കാലം ദാഹത്തോടെ, ഇന്ന് പകൽക്കാലം വാഞ്ചയോടെ വന്നിരിക്കുന്ന ദൈവ പൈതലെ, നിന്നെ വെറുതെ അയക്കുന്ന ദൈവമല്ല. ഇന്ന് പകൽക്കാലം നീ എന്ത് ആഗ്രഹിച്ചു വന്നുവോ, നീ എന്ത് വിടുതൽ ആഗ്രഹിച്ചു വന്നുവോ, ആ വിടുതലിന് മേൽ എൻ്റെ ദൈവത്തിൻ്റെ കരം ഇറങ്ങുവാൻ പോകുകയാണ്. ആ ആണിപ്പാടുള്ള കരം, അനേകർക്ക് വിടുതൽ കൊടുത്ത ആ ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽക്കാലം ഇവിടെ ഇറങ്ങി വരികയാണ്. Praise the Lord. Hallelujah. Hallelujah. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു പ്രൈസ് എൻ്റെ സ്ഥിതിക്കൊരു മാറ്റം വരുമെന്ന്? എത്ര പേർ വിശ്വസിക്കുന്നു എൻ്റെ സ്ഥിതിക്കൊരു മാറ്റം വരുമെന്ന്? പ്രൈസ് ദി ലോർഡ്. നിനക്ക് മാത്രമല്ല സ്ഥിതിക്ക് മാറ്റം വരുന്നത്, നിന്റെ കുടുംബത്തിനൊരു മാറ്റം വരും. ഹല്ലേലൂയ, നിന്റെ മക്കൾക്കൊരു മാറ്റം വരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വർഷങ്ങളായി കണ്ണീരൊഴുക്കുന്ന, നിന്റെ തലമുറയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന പ്രൈസ് ദി ലോർഡ് മാതാപിതാക്കളെ, നിനക്ക് മാത്രമല്ല നിന്റെ തലമുറയ്ക്ക് ഒരു വലിയ മാറ്റം. പ്രൈസ് ദി ലോർഡ്. തീർന്നില്ല, നിന്റെ ഭർത്താവിനൊരു വലിയ മാറ്റം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ഭർത്താവിനൊരു വലിയ മാറ്റം. നാം അവിടെ ആരാധിക്കുമ്പോൾ, നാം അവിടെ സ്തുതിക്കുമ്പോൾ, നാം അവിടെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുമ്പോൾ, വചനം പോകേണ്ട സ്ഥലത്തേക്ക് പൊക്കോളും. ഹല്ലേലൂയ. വചനം എവിടേക്ക് പോകണമോ അവിടേക്ക് പൊക്കോളും. എവിടേക്ക് ജീവൻ കൊടുക്കണമോ അവിടേക്ക് ജീവൻ കൊടുക്കും. എവിടേക്ക് തൊടണമോ അവിടേക്ക് തൊട്ടോളും. ഹല്ലേലൂയ. ഏത് ഹൃദയത്തെയും തകർക്കണമോ അത് തകർത്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടെ ദൈവത്തെ ആരാധിച്ചാൽ മതി, വിശ്വാസത്തോടെ ദൈവസന്നിധിയിലായിരുന്നാൽ മതി. വചനം പുറപ്പെട്ടു പോകും. വചനത്തെ തടയുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ തടയാം, നിന്നെ തടയാം, പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തെ തടയുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ വചനം ഇവിടെ പ്രഘോഷിക്കുമ്പോൾ ആ വചനം പുറപ്പെടേണ്ട സ്ഥലത്തേക്ക് എവിടെയൊക്കെ പുറപ്പെടണമോ, എവിടെയൊക്കെ ക്രിയ ചെയ്യണമോ അവിടെയൊക്കെ ക്രിയ ചെയ്ത് വിടുതൽ കൊണ്ടുവരുവാൻ എൻ്റെ ദൈവം ശക്തൻ. പ്രൈസ് ദി ലോർഡ്. ഈ 2 ആഴ്ചക്ക് മുമ്പാട് ഞാനത് കണ്ടിട്ട് വന്ന് ഇങ്ങോട്ട് പറയാം അനുഭവത്തിലെ. ഞങ്ങളൊരു അത് പറഞ്ഞിട്ട് ഞാൻ വേഗം വചനത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഞങ്ങളൊരു അപ്സ്റ്റേറിലാണ് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ താഴെ ഒരു ഹോട്ടലുണ്ട്. അദ്ദേഹത്തെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. അദ്ദേഹം നമുക്കൊരു പ്രശ്നമില്ല, കാണുമ്പോൾ ചിരിക്കും സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലാണ് ആളുടെ പ്രവർത്തനം മുഴുവൻ. 2 പട്ടിക്കുട്ടികളെ മേടിച്ചു വിട്ട് നമ്മുടെ ആലയത്തിന് വരുന്ന വഴിയിലേക്ക് കെട്ടിവിടും. ചുമ്മാ ആവശ്യമില്ല. അദ്ദേഹം വാടകയ്ക്കാണ്. കുറേ കോഴികളെ വളർത്തി നമ്മുടെ നടന്നു വരുന്ന സ്ഥലത്ത് കോഴി മുഴുവൻ നന്ന് അത് കാഷ്ടിച്ച് വരുന്ന സമയത്ത് കറക്റ്റ് ആരാധന സമയത്ത് കോഴി അയച്ചു വിടും, പട്ടി അയച്ചു വിടും.
ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ അദ്ദേഹത്തോട് ബുദ്ധി പറഞ്ഞു, സമാധാനത്തോട് സംസാരിച്ചു. ഒന്നുകൂടെ വിശ്വാസികൾ ഒന്ന് ചൂടായവരോട് ഞാൻ പറഞ്ഞു, വേണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം, ആരാധിക്കാം. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ചയിൽ ഞങ്ങൾ എടുത്തൊരു വിഷയം യെരിഹോ മതിൽ വീണ കാര്യത്തെക്കുറിച്ചാണ് അന്നത്തെ മെസ്സേജ് ആയിരുന്നത്. അന്ന് ശക്തമായ ആരാധനയും ദൈവവചന പ്രഘോഷണവും നടന്നു. എല്ലാ ദൈവമക്കളും പ്രാർത്ഥന കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് പോയി. ഞാൻ അവിടെ സ്റ്റേ ചെയ്തു, ഭക്ഷണമൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ അവിടെ നിന്നപ്പോൾ താഴ്ത്തുനിന്ന് ഭയങ്കര സൗണ്ട്, പടപടപടപടാന്ന് സൗണ്ട്. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ താഴത്തെ സഹോദരനെ പിശാചിളകി ഭാര്യ അടിക്കുക, മകനെ എടുത്ത് എറിയുക, വാതിലൊക്കെ അടിച്ച് പൊളിക്കുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ കണ്ടപ്പോൾ മനസ്സിലായി കർത്താവിൻ്റെ കരം അവിടെ ഇറങ്ങിയെന്ന്. ഞാൻ പറയട്ടെ, നീ ചോദിക്കാൻ പോകണ്ട, നീ മറുപടി പറയാൻ പോകണ്ട. വചനം എവിടേക്ക് പോകണമോ അവിടേക്ക് വചനം പോകും, എവിടേക്ക് ക്രിയേറ്റ് ചെയ്യണമോ അവിടേക്ക് ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് എബ്രായ ലേഖന കർത്താവിങ്ങൾ വിളിച്ചു പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളത്, അത് എവിടേക്ക് പോകണമെന്ന് നിനക്കറിയെങ്കിൽ വചനത്തിനറിയാം. അതിനാൽ ഇന്ന് പകൽക്കാലം വിടുതൽ പ്രാപിപ്പാൻ വന്നിരിക്കുന്ന ദൈവഭക്തങ്ങളെ, വിശ്വാസത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. ഇന്ന് പകൽക്കാലം പ്രേക്ഷ വേഗം ദൈവവചന ചിന്തയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രേക്ഷ ദൈവസന്നിധിയിൽ കാത്തിരുന്നപ്പോൾ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്ന ഒരു വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഗൃഹനാഥൻ എന്ത് ചെയ്തു? അതങ്ങോട്ട് പൊട്ടിച്ചു. ഞാനത് നിങ്ങൾക്ക് പകർന്നു കൊടുത്താൽ മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾക്കായി ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. 74-ാം സങ്കീർത്തനം ഇന്ന് പകൽക്കാലം ദൈവവചന ആലോചനയ്ക്കായി നമ്മളുടെ വിടുതലിന് വേണ്ടി പ്രൈസ് ദി ലോർഡ് നാം വായിക്കുവാൻ പോകുന്നു. 74-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യം. നിത്യശൂന്യങ്ങളിലേക്ക് നിന്റെ കാലടി വയ്ക്കണമേ, ശത്രു വിശുദ്ധ മന്ദിരത്തിൽ സകലവും നശിപ്പിച്ചിരിക്കുന്നു. എല്ലാവർക്കും സുപരിചിതമായ വേദഭാഗം. തമിഴിൽ വളരെ അർത്ഥമുള്ള ഒരു വാക്യമാണിത്. തമിഴ് ഞാൻ പറയാം, തമിഴ് അറിയാവുന്നവർ ചിലരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. നെടുങ്കാലമായി പാഴായി കിടക്കിற இடத்திலே தேவரீர் உம்முடைய பாதங்கள் எழுந்தருளும். വെഗുകാലമായി പാഴായി കിടക്കിற ഇടത്തിലെ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായി ശൂന്യമായി കിടക്കുന്ന സ്ഥലത്തേക്ക് ദൈവമേ നിന്റെ കാലടികളെ വയ്ക്കണമേ. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കാൻ വന്നിരിക്കുന്ന ദൈവജനങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയാനുള്ളത്, വർഷങ്ങളായി ദൈവത്തെ ആരാധിക്കുന്നു, വർഷങ്ങളായി ദൈവത്തെ സ്തുതിക്കുന്നു, ജീവിതത്തിൽ ഒരു മാറ്റമില്ലാതെ തുടർന്നു കൊണ്ടിരിക്കുന്ന ജീവിതമേ, പ്രേക്ഷ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുകയാണ്, വർഷങ്ങളായി പാഴായി കിടക്കുന്ന ശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് എൻ്റെ ദൈവത്തിൻ്റെ കാലുകൾ കടന്നു വരികയാണ്. അവൻ്റെ കാൽപാദങ്ങൾ അവിടെ ഇറങ്ങി വരികയാണ്. ഇന്ന് പകൽക്കാലം സ്തോത്രം, വർഷങ്ങളായി പാഴായി കിടക്കുന്ന ശൂന്യമായി കിടക്കുന്ന പ്രൈസലോ വിഷയത്തിൻ്റെ മേൽ എൻ്റെ ദൈവത്തിൻ്റെ കാലുകൾ ഇറങ്ങുവാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പല വിഷയങ്ങളുമുണ്ട്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ പുറത്തു വരാൻ പറ്റാത്ത കാര്യങ്ങൾ വർഷങ്ങളായി ശൂന്യമായി കിടക്കുകയാ, പാഴായി കിടക്കുകയാ. ഇതിൻ്റെ പശ്ചാത്തലം, ചരിത്രം നിങ്ങൾ പഠിക്കുമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അറിയണമെങ്കിൽ ആ ചരിത്രത്തിലേക്ക് പോകാൻ എനിക്ക് നേരമില്ല. എൻ്റെ വിഷയത്തിലേക്ക് എനിക്ക് വേഗം വരണം. എന്നാൽ 1-2 വാക്യങ്ങളിൽ ഞാൻ പറഞ്ഞുവിടാം. സാറ് പറഞ്ഞല്ലോ, ഏകദേശം BC 606-589 കാലഘട്ടങ്ങളിൽ ബാബിലോണിയ പ്രവാസത്തിലേക്ക് പോകേണ്ട വന്ന ഇസ്രായേൽ ജനം, പ്രൈസ് ദി ലോർഡ്, അവർ ബാബേൽ പ്രവാസത്തിലേക്ക് പോയി. ബാബേൽ പ്രവാസത്തിലായത് മുതൽ അവർക്ക് പലതും നഷ്ടപ്പെട്ടു. 137-ാം സങ്കീർത്തനം പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഞങ്ങൾ ബാബേൽ നദി തീരത്ത് നിന്നപ്പോൾ സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞുപോയി. ഞങ്ങളുടെ കിന്നരങ്ങളെല്ലാം എവിടെ തൂക്കിയിട്ടിരിക്കുക?
അലറി വൃക്ഷങ്ങളുടെ മേൽ തൂക്കിയിട്ടിരിക്കുക. അതേ പ്രൈസ് ഈ കൊറോണ മുഖാന്തരം പലരുടെയും കിന്നരങ്ങൾ എവിടെയാണെന്നറിയാമോ? അലറി വൃക്ഷങ്ങളിലാ. പലരും ശൂന്യമായി കിടക്കുകയാ. പലരും ചോദിച്ചു തുടങ്ങി, പല തലമുറകളും ചോദിച്ചു തുടങ്ങി, പല പുതുവലും ചോദിച്ചു തുടങ്ങി, ഇനി നമുക്ക് ആരാധന വേണോ, അത് ആരാധനയ്ക്ക് പോകണോ, ഇനി നമുക്ക് ഇത് മതിയല്ലേ എന്ന് പലരും ചോദിച്ചു തുടങ്ങി. പല സ്ഥലങ്ങളും പാഴായും ശൂന്യമായും കിടക്കുകയാ. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കാൻ വന്നിരിക്കുന്ന ദൈവ പൈതങ്ങളെ, എന്റെ കർത്താവ് പറയാണ്, ആ ശൂന്യമായ, ആ പാഴായി കിടക്കുന്ന ആ സ്ഥലങ്ങളിലേക്ക് എന്റെ പാദങ്ങളെ ഞാൻ വെക്കുകയാണ്. അനേകർ ആരാധന മറന്നുപോയപ്പോൾ, അനേകർ പ്രശ്നം പ്രാർത്ഥിക്കാൻ മറന്നുപോയപ്പോൾ, അനേകർ സ്തുതി മറന്നുപോയപ്പോൾ, ഇന്ന് പകൽക്കാലം എന്റെ കർത്താവ് പറയുകയാണ്, അത് വീണ്ടും ഞാൻ ആരംഭിക്കാൻ പോകുകയാണ്, വീണ്ടും തുടങ്ങുവാൻ പോകുകയാണ്. ആ ശൂന്യമായതിലേക്ക്, ആ പാഴായി കിടക്കുന്നതിലേക്ക് ഞാൻ ഇറങ്ങുവാൻ പോകുകയാണ്. അത് ഞാൻ വീണ്ടും പണിയുവാൻ പോകുകയാണ്. ഈ കൊറോണ കാലം വന്നപ്പോൾ പലതും നാം മറന്നുപോയി, ആരാധിക്കാൻ മറന്നുപോയി, എഴുന്നേൽക്കാൻ മറന്നുപോയി, സ്തുതിക്കാൻ മറന്നുപോയി. തിരിഞ്ഞു നോക്കിക്കേ, ജീവിതം ശൂന്യമല്ലേ? തിരിഞ്ഞു നോക്കിക്കേ, പാഴായി കിടക്കുകയല്ലേ? ഇന്ന് പകൽക്കാലം കർത്താവ് തട്ടുകയാ ചിലരെ. എഴുന്നേൽക്ക്, ഹല്ലേലൂയ, ഞാൻ വരുന്നു, എന്റെ പാദങ്ങൾ അവിടെ സ്പർശിക്കുവാൻ പോകുന്നു. Samdura Karadana Saturari Bikaba. Praise the Lord. Hallelujah. നമ്മുടെ പുതിയ തലമുറ പറഞ്ഞു തുടങ്ങിയെന്നേ, ഇനി ആരാധനയ്ക്ക് പോണോ, ഇതൊക്കെ മതിയില്ലേ, ഈ ഒരു കാര്യം മതിയില്ലേ? Praise the Lord. ശൂന്യമായി പോയത് അറിഞ്ഞില്ലയോ? പാഴായി പോയത് എങ്ങനെ അറിഞ്ഞില്ലയോ? പ്രൈസ് പലരുടെയും കിന്നരങ്ങളും പ്രൈസ് അലറി വിഷയങ്ങൾ കിടക്കുകയാ. ഇപ്പം സിയോനെ ഓർക്കുമ്പോൾ താനെ കരഞ്ഞു പോകുകയാ. കാരണം എന്താ? പ്രവാസത്തിലേക്ക് പോയപ്പോൾ ആരാധന നഷ്ടപ്പെട്ടു, സ്തുതി നഷ്ടപ്പെട്ടു. പ്രൈസ് ഹാലി സിയോൻ ഗീതങ്ങളൊക്കെ മറന്നുപോയി. പ്രൈസ് ലോർഡ് ഹാലിയെ പാടുവാൻ കഴിയുന്നില്ല, ആരാധിക്കാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. പ്രൈസിൽ പോരാടി പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ഒരു നാളിൽ പോരാടി പ്രാർത്ഥിച്ചവനാ നീയെ, ഒരു നാൾ പോരാടി പ്രാർത്ഥിച്ചവളാ നീയെ. ഹാലു നിന്റെ പ്രാർത്ഥനയിൽ ചലനമുണ്ടായിരുന്നു. ഹല്ലേലൂയ, നിന്റെ പ്രാർത്ഥനയിൽ അനേകർ വിടുതൽ പ്രാപിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. പ്രൈസിൽ പലർക്കും നീയൊരു പ്രൈസിൽ ഹാലൂയ, അനേകർക്ക് നീയൊരു അനുഗ്രഹമായിരുന്നു. എന്നാൽ പ്രൈസിൽ ഇപ്പോൾ നോക്കിക്കേ, ഹല്ലേലൂയ, എവിടെയോ പാഴായി കിടക്കുന്ന ചില ഭാഗങ്ങളുണ്ട്, എവിടെയോ ശൂന്യമായി കിടക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥന നിനക്ക് വേണ്ടിയിട്ടാണ്, നിനക്ക് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥന നിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥന നിന്റെ സഭയ്ക്ക് വേണ്ടിയിട്ടാണ്. യെസ്, ഹല്ലേലൂയ. പ്രൈസിൽ എവിടെയോ ശൂന്യമായി കിടക്കുന്ന അവസ്ഥകൾ, എവിടെയോ പ്രൈസ് പാഴായി കിടക്കുന്ന അവസ്ഥകൾ, അതിലേക്ക് എൻ്റെ യേശുവിന്റെ പാദപീഠം, എൻ്റെ യേശു കടന്നു വരികയാണ്. ശൂന്യമായി കിടക്കുന്നതിനെ തട്ടി പ്രൈസ് പണിയുവാൻ, ശൂന്യമായി കിടക്കുന്നതിനെ പഴുത് ഉയർത്തുവാനായി എൻ്റെ യേശു കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രവാസത്തിലേക്ക് പോയ പ്രൈസ് ജനങ്ങളെ ഓർത്തുകൊണ്ട് ആസാവ് പറയുകയാണ്, കർത്താവേ ദൈവമേ, പ്രൈസ് ഒരു വിശുദ്ധ ജാതിയായിരുന്ന, അത് നിന്റെ ജനമായിരുന്ന, അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട, ഹല്ലേലൂയ, നിന്നെ ആരാധിച്ചു കൊണ്ടിരുന്ന, നിന്നെ സ്തുതിച്ചു കൊണ്ടിരുന്ന ഒരു വലിയ ജനം പ്രവാസത്തിലേക്ക് പോകേണ്ട വന്നല്ലോ. അവർ പ്രൈസ് ആരാധന മറന്നുപോയി, അവർ പ്രൈസ് യാഗങ്ങൾ മറന്നുപോയി, അവർ ആ പ്രൈസ് നിന്നെ സ്തുതിക്കുന്നത് മറന്നുപോയി. കർത്താവേ, വർഷങ്ങളായി ശൂന്യമായി കിടക്കുന്ന ഇടങ്ങളിലേക്ക് നിന്റെ പാദങ്ങൾ ഇറങ്ങി വരണമേ. ഒരു ഭക്തന്റെ പ്രാർത്ഥന. ശംദുരാദല അർത്തുനാരഘടക. പ്രൈസ് ഈ വചനം സംസാരിക്കുമ്പോൾ തന്നെ ചില പ്രൈസ് വ്യക്തി ജീവിതങ്ങളിലേക്ക് ശക്തമായ ദൈവത്തിൻ്റെ പ്രവാഹം, ശക്തമായ ദൈവത്തിൻ്റെ ശക്തിയുടെ ആഴമായ പ്രവാഹം പ്രൈസിൽ എഴുന്നള്ളി വരുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനറ്റുപോയ ചില ഭാഗങ്ങൾ, ഹല്ലേലൂയ, പ്രൈസിലോ ജീവനറ്റുപോയ ചില ഭാഗങ്ങൾ, ഹല്ലേലൂയ, അത് മരവിച്ചു കിടക്കുന്ന അവസ്ഥകളാണ്. ഹല്ലേലൂയ, അത് പാഴായെന്ന് പ്രൈസിലോ ഹല്ലേലൂയ വൈദ്യശാസ്ത്രം വിധി എഴുതി തള്ളിവിട്ടു. അതിലൂടെ ഇനി ഒരു പ്രൈസിലോ പുതിയ ജീവൻ പുറപ്പെട്ടു വരികയല്ല.
മാറിപ്പോകില്ലെന്ന് വൈദ്യശാസ്ത്രം മുദ്ര കുത്തിയപ്പോൾ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, പ്രൈസ്, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ദൈവത്തെ ആരാധിക്കാൻ വന്നിരിക്കുന്ന ദൈവ പൈതലെ, അതിനെ പുനർജീവൻ കൊടുത്ത് അതിനെ ശക്തിപ്പെടുത്തി ഹല്ലേലൂയ, അത് ഒന്നിനും കൊള്ളുകയില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് എൻ്റെ ദൈവത്തിൻ്റെ കരം അവിടെ ചലിക്കുകയാണ്. എൻ്റെ യേശുവിൻ്റെ കരം അവിടെ ചലിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഹല്ലേലൂയ, അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക് എൻ്റെ യേശുവിൻ്റെ ശക്തി, എൻ്റെ യേശുവിൻ്റെ പ്രൈസ് വല്ലവൻ ഇറങ്ങി വരട്ടെ. ശംഭുരാന റിക മനാദര സതുരാലങ്ങടക ഹംബൽ ബൗഡാറങ്ങടക റബന്ധുനാറബി സതുരാലങ്ങടക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട ഒരു കാര്യത്തെ മാത്രം പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ. എൻ്റെ സഭയിൽ ഇതുപോലെ ഉപവാസ പ്രാർത്ഥനയിലെ പ്രൈസ് ഒരു ഹോട്ടൽ കട നടത്തിക്കൊണ്ടിരുന്നൊരു സഹോദരൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അദ്ദേഹം അല്പമായി ദൈവത്തെ അറിയും എങ്കിലും പൂർണ്ണമല്ല. ഹല്ലേലൂയ, അദ്ദേഹം ഒരു ഹോട്ടൽ കട എന്നൊരു ടിഫൻ സ്റ്റാൾ ഒന്ന് ആരംഭിച്ചു. പ്രൈസ് ദി, അദ്ദേഹം ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിന് നല്ല ബിസിനസ്, നല്ല വ്യാപാരം അദ്ദേഹത്തിന് ലഭിക്കാനായിട്ട് ഇടയായി തീർന്നു. അദ്ദേഹത്തിന് ഈ ബിസിനസ് വർദ്ധിക്കുന്നത് കണ്ട് പ്രൈസ് നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സഹോദരൻ അദ്ദേഹവും ഒരു ടിഫൻ കട തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടുപേർക്കും ബോട്ടിയായി, രണ്ടുപേരും ബോട്ടിയിട്ട് ആ വ്യാപാരം, ആ ബിസിനസ് തുടങ്ങാനായിട്ട് തുടങ്ങി. പ്രൈസ് ദി, ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആദ്യം തുടങ്ങിയ മനുഷ്യനുണ്ട് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ കാലിൽ ചെറിയ ഒരു എന്താ പറയുക, ചെറിയ ഒരു മുറിവ് വന്നു. ചെറിയൊരു മുറിവ്. ആ മുറിവ് വലുതായി, രണ്ട് കാലിലേക്ക് അത് പടർന്നു. അദ്ദേഹം പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ വേണ്ടി ഞാൻ പറയുകയാണ്, അദ്ദേഹം പ്രാർത്ഥിക്കാൻ കടന്നു വരുമ്പോൾ ഈ രണ്ട് കാലും ആനയുടെ കാല് പോലെയായി, വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞു, അടുത്തിരിക്കുവാൻ കഴിയുകയില്ല, അത്രയ്ക്കും നാറ്റമാ. സ്വന്തം ഭാര്യ പോലും ഉപേക്ഷിച്ച നിലയിലായി. വ്യാപാരം നഷ്ടപ്പെട്ടു, ഹോട്ടലുകൾ അടയ്ക്കേണ്ടതായിട്ട് വന്നു, ഒരു രക്ഷയുമില്ല. അപ്പോൾ അവസാനം ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് ഇടയായി തീർന്നു. അന്ന് ഞങ്ങൾ ഉപവാസത്തിലായിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആലയത്തിൻ്റെ അകത്തിരുത്തുവാൻ കഴിയുകയില്ല, കാരണം അത്രയ്ക്കും സ്മെല്ലാണ്. അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ ഒരു മൂലയിലേക്ക് മാറ്റിയിരുത്തി ഞങ്ങൾ ആരാധന തുടങ്ങി. ആരാധനയുടെ അവസാന ഭാഗത്ത് ഈ പ്രിയപ്പെട്ട സഹോദരൻ മുൻപോട്ട് കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പ്രൈസ് പുകഴ്ചയ്ക്ക് വേണ്ടി പറയുകയില്ല, എൻ്റെ കർത്താവിൻ്റെ കാലുകൾ ഇറങ്ങിയ സ്ഥലമാണ് ഞാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, പാഴായി കിടന്ന, ശൂന്യമായി കിടന്ന സ്ഥലങ്ങളിലേക്ക് എൻ്റെ കർത്താവ് ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്, അത് ആരൊന്നും കർത്താവ് നോക്കുകയില്ല. തന്നിൽ പ്രൈസ് വിശ്വസിക്കുന്നിടമേ ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ ശക്തിക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ച കാര്യമാണ്, ഈ പഴുപ്പ്, ഈ വ്രണങ്ങൾ പൊട്ടി പിന്നെയും ഒഴുകുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഒഴുകി അതങ്ങോട്ട് ഒഴുകി പോകുകയാ. പ്രൈസ് ദി ലോർഡ്, ഒഴുകി ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഒഴുകി അത് പ്രൈസ് ഒഴുകി ഭയങ്കരമായ നാറ്റവും സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവ പൈതങ്ങളെ ഞാൻ പറയട്ടെ, ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്നും അത്രയ്ക്ക് പഴുപ്പ് പുറത്തു പോയി. പഴയതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാൽ ചുരുങ്ങി വന്നു. ഹല്ലേലൂയ. നടക്കുവാൻ കഴിയാതെ വണ്ണം ഭാരപ്പെട്ടുകൊണ്ടിരുന്ന സഹോദരൻ തുള്ളിയും ചാടിയും കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി തിരിച്ചു പോകുന്ന ആ കാഴ്ച കണ്ടപ്പോൾ ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തി. കാരണം എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ അങ്ങനെയുള്ള അത്ഭുതങ്ങൾ കണ്ടിട്ടില്ല, പ്രൈസ് അതിശയങ്ങൾ കണ്ടിട്ടില്ല. പ്രൈസ് അവിടെ ചെന്നപ്പോൾ ദൈവം പല കാര്യങ്ങളെയും പഠിപ്പിച്ചു. ഞാൻ ഹല്ലേലൂയ ശൂന്യമായ സ്ഥലങ്ങളെ പണിയുന്ന ദൈവമാണ്. ഞാൻ പാഴായി കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി വരുന്നവനാണ്. തള്ളപ്പെട്ടതിനെയും ഒതുക്കിയതിനെയും തേടി വരുന്ന ദൈവമാണ്. നീ ഏത് വിഷയത്തിന് വേണ്ടിയാ കരയുന്നേ? നീ എന്തിനു വേണ്ടിയാ ഭാരപ്പെടുന്നേ? ഹല്ലേലൂയ. ശൂന്യമാതിലേക്ക് ഇറങ്ങി വരുന്ന കർത്താവിൻ്റെ കരം, അല്ല ശൂന്യമാതിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ കാൽപാദങ്ങൾ. ഹല്ലേലൂയ. നീ കണ്ണ് തുറന്ന് നിന്റെ ആത്മാവിൻ്റെ കണ്ണ് തുറന്ന് നോക്കിക്കോ. ഹല്ലേലൂയ. രണ്ട് പാദങ്ങൾ ഇറങ്ങി വരിക. എവിടെ? പ്രൈസ് നിന്റെ ഭവനത്തിലേക്ക്, എവിടെ? ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിലേക്ക്, എവിടെ? ഹല്ലേലൂയ. നീ നിൽക്കുന്ന ഇടങ്ങളിലേക്ക്, എവിടെ? പ്രൈസ് പാഴായി കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക്, എവിടെ? ഹല്ലേലൂയ. നിന്റെ ആശ നശിച്ചു പോയി എന്ന് നീ കരുതുന്ന പ്രൈസ് മണ്ഡലങ്ങളിലേക്ക് എന്റെ ദൈവത്തിന്റെ പാദങ്ങൾ ഇറങ്ങി വരികയാണ്.
നിത്യശൂന്യങ്ങളെ പണിതെടുക്കുന്നുണ്ട് കർത്താവിനായ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, സൃഷ്ടിയുടെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭൂമി പാഴായും ശൂന്യമായും കിടന്നു എന്ന്. ഹല്ലേലൂയ. പാഴായും ശൂന്യമായി കിടക്കേണ്ട സ്ഥലമല്ല അത്. ഹല്ലേലൂയ. പാഴായും ശൂന്യമായി ഇരിക്കേണ്ടവളല്ല നീയെ. പാഴായും ശൂന്യമായി പ്രൈസ് ദി ലോർഡ് ഓടേണ്ടവളല്ല നീയെ. ഹല്ലേലൂയ. പ്രൈസ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് പ്രൈസ് ആരംഭത്തിൽ പറഞ്ഞല്ലോ, നിന്റെ സ്ഥിതിക്ക് മാറ്റം വരണം, നിന്റെ പേര് മാറണം. ഹല്ലേലൂയ. നിന്റെ സ്ഥിതിക്ക് മാറ്റം വരണം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിന്റെ ഉള്ളിൽ പ്രവർത്തിച്ച് മതിയാകുകയുള്ളൂ. നിന്റെ ഉള്ളിൽ പ്രവർത്തിച്ച് മതിയാകുകയുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ ശാലവറ്റ ശക്തി നിന്റെ മേൽ ഇറങ്ങിയേ മതിയാകുകയുള്ളൂ. റിബാലബ ശംദൽ ഭൂഡാറഗടക അതുല ജനാദര ഹംദൽ ഭൂഡാറബ ഹംദൽ ഭൂഡാറഗട റബന്ധുനാറബ. ഈ സ്ഥലം പാഴായി ശൂന്യമായി പോകാൻ കാരണമുണ്ട്. ഹല്ലേലൂയ. എങ്ങനെ പാഴായി പോയി, എങ്ങനെ ശൂന്യമായി പോയി? അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, എടുക്കേണ്ട ഹാല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇരുളുണ്ടായിരുന്നു, ഇരുൾ. ഹല്ലേലൂയ. ഇരുളുണ്ടായിരുന്നത് കൊണ്ട് പാഴായി പോയി, ഇരുളുണ്ടായിരുന്നത് കൊണ്ട് ശൂന്യമായി പോയി. ഇരുൾ നിന്നെ മൂടി. പ്രൈസ് ദി ലോർഡ്. ഇരുൾ മൂടിയപ്പോൾ മുൻപോട്ടുള്ള പാതകൾ തടഞ്ഞു. ഹല്ലേലൂയ. കാണാതെ കടന്നുപോയി. ഹല്ലേലൂയ. ഇരുൾ നിന്നെ മൂടിയപ്പോൾ ഹല്ലേലൂയ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നീ കുഴങ്ങിപ്പോയി. ഹല്ലേലൂയ. വലഞ്ഞുപോയി. ഇരുൾ നിന്നെ മൂടിയപ്പോൾ ഹല്ലേലൂയ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വലഞ്ഞപ്പോൾ, അങ്ങനെ ഓരോ ദിവസങ്ങളും ഇരുൾ നിന്റെ മേൽ നിഴലിട്ട് കൊണ്ടിരുന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നീ ഭാരപ്പെട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയാണ്, ശൂന്യ പ്രദേശങ്ങളെയും ഇരുൾ പാഴ്നിലങ്ങളെയും പണിയുന്ന, അതിന്മേൽ പോരാടുന്ന, അതിന്മേൽ പ്രവർത്തിക്കുന്ന ഇരുളിനെ മാറ്റുവാൻ വെളിച്ചം വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു വെളിച്ചം വീശുന്നുണ്ട്. ആമേൻ. നിന്റെ ഇരുളിനെ മാറ്റുവാൻ ഇരുൾ കൊണ്ടുവന്നു, പാഴയും ശൂന്യത്തെയും കൊണ്ടുവന്നു. ആ ഇരുൾ പ്രൈസ് ശൂന്യതയും പാഴയും മാറ്റുവാനായിട്ട് പ്രൈസ് ദി ലോർഡ് യേശു ക്രിസ്തു എന്ന വെളിച്ചം, ഈ ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തു, അവൻ്റെ പാദങ്ങൾ ഇറങ്ങി വരുന്നുണ്ട്. എവിടേക്കാ? ശൂന്യമായി കിടക്കുന്ന, പാഴായി കിടക്കുന്ന നിന്റെ അനുഭവത്തിലേക്ക്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രവാസത്തിലേക്ക് പോയ ജനം അവർ പാഴും ശൂന്യവുമായി പോയി, വേസ്റ്റായി പോയി. ആർക്കും പ്രയോജനമില്ലാത്തൊരു ജീവിതം. ആസ പറയുകയാണ്, ദൈവമേ, ഈ നിത്യശൂന്യതയിലേക്ക് അവിടുത്തെ പാദങ്ങൾ ഇറങ്ങി വരണമേ. ഇന്ന് എത്ര പേർ പ്രാർത്ഥിക്കും, ഇന്ന് എത്ര പേർ ആഗ്രഹിക്കും ശൂന്യമായി കിടക്കുന്ന, പാഴായി കിടക്കുന്ന എൻ്റെ അനുഭവത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ തലമുറയിലേക്ക് കർത്താവേ അവിടുത്തെ പാദങ്ങൾ സ്പർശിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സംഗീതം നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ ശത്രുക്കൾ ചിതറിയോടും. ഹല്ലേലൂയ. ദൈവം എഴുന്നേൽക്കുമ്പോൾ ശത്രു ചിതറിയോടും. ഈ ഉപവാസ പ്രാർത്ഥന എന്തിനാണെന്നറിയാമോ? ദൈവത്തെ എഴുന്നേൽപ്പിക്കുവാൻ. ഈ ഉപവാസ പ്രാർത്ഥന എന്തിനാണെന്നറിയാമോ? നിന്റെ ജീവിതത്തിലേക്ക് ഹല്ലേലൂയ യേശു ദൈവത്തെ വിളിച്ചു വരുത്തുവാൻ. എന്തിനാണെന്നറിയാമോ ഈ ഉപവാസ പ്രാർത്ഥന? ചില വിഷയങ്ങളുടെ മേൽ ഹല്ലേലൂയ ദൈവം ഇറങ്ങി വന്നേ പറ്റത്തുള്ളൂ. നടക്കുന്ന അനുഭവങ്ങളിലേക്ക് ദൈവത്തിന്റെ പാദസ്പർശം ഉണ്ടാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, ചില വിഷയങ്ങളിലേക്ക് ദൈവത്തിന്റെ പാദസ്പർശം ഇറങ്ങി വരികയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പിന്നെ ദൈവത്തിന്റെ ആത്മാവിനെ പ്രൈസ് ദി ലോർഡ് ഉത്ബോധിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ചില ജീവൻ അറ്റുപോയി.
ഇനി അവിടെ നിന്ന് ഒന്നും പ്രതീക്ഷിക്കണ്ട. ആ സ്ഥലത്ത് നിന്ന് ഒന്നും പ്രതീക്ഷിക്കണ്ട. ആ ജീവിതത്തിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കണ്ട. ചിലരൊക്കെ പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ ഭർത്താവ് വേസ്റ്റാ. ചിലരൊക്കെ എഴുതി വെച്ചു, എൻ്റെ മക്കളെ കൊണ്ട് ഒന്നിനും കാര്യമില്ല പാസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. ചിലരൊക്കെ എഴുതി വെച്ചു, അവിടെ നിന്നും ഒരു കാര്യവുമില്ല പാസ്റ്ററെ. പക്ഷേ നീ എഴുതി വെച്ചതേ എൻ്റെ കർത്താവ് തിരുത്തി എഴുതുകയാ. ഇതൊക്കെ നീയല്ല എഴുതി വെച്ചത്, ഇതൊക്കെ നീയല്ല പറഞ്ഞേ. പക്ഷേ എൻ്റെ കർത്താവിനെ അവരെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഭർത്താവിനെ കൊണ്ട് ഒരു ഉപകാരവുമില്ല, അദ്ദേഹം വേസ്റ്റാണെന്ന് പറഞ്ഞ സഹോദരിയെ, ഇന്ന് പകൽക്കാലം ഭർത്താവിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുക. പ്രൈസ് ദി ലോർഡ്. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, ഭർത്താക്കന്മാരെ ഓർത്ത് ഭാരപ്പെടുന്ന ഹല്ലേലൂയ ദൈവ പൈതലേ, ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുകയാണ്, പാഴായി കിടക്കുന്ന ശൂന്യമായി കിടക്കുന്നതിനെ തൊടുവാ എൻ്റെ കർത്താവിൻ്റെ കരം നീട്ടപ്പെട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. ചില വർഷം ചില നാളുകൾ കഴിയുമ്പോൾ ഹല്ലേലൂയ പാഴായതും ശൂന്യമായും ഇവിടെ കൊണ്ടുവരാൻ കർത്താവ് പോകുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ, ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. പറ്റുമെങ്കിൽ ആ കരങ്ങളൊന്ന് ചേർത്തടിച്ച്, യെസ് ഹല്ലേലൂയ, ആ കരങ്ങളൊന്ന് ചേർത്തടിച്ച് ആത്മാവിൽ ഹല്ലേലൂയ ഒന്ന് ആരാധിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ശൂന്യമായി പോയെന്ന് നീ പറഞ്ഞ, ഹല്ലേലൂയ പാഴായി പോയെന്ന് നീ പറഞ്ഞ, പ്രൈസ് ദി ലോർഡ്, ചിലതിനെ എൻ്റെ കർത്താവ് കൊണ്ടുവരാൻ പോകുക, തിരിച്ചു കൊണ്ടുവരാൻ പോകുക, ഇവിടെ നിർത്തുവാൻ പോകുക. Uraba Kambara Dulara Shatura, Ribalkara Manadula Buda, Hamdara Divoda, Riba Ragana Hamdal Busha Ragadaga, Adula Jagalkaradi Bikoda Ragadaga, Adula Janagada Rabandunarava, Hamdal Busha Ragadaga, Hamdal Buda Rava, Devatman and Vendurgari Vilchuparate, Presoni, Irikina Stalamundalo, other Padanum, Sunyamanum, other Presilo Verdeanum, Hallelujah, Vasik in the West Anum, Hallelujah, Thomasik in the Yogamelanum, Hallelujah, Presilo, Ni would the Purapatu Poco, Alan Kanalanum, Hallelujah. Praise വാദാടിക്കൊണ്ടിരിക്കുന്ന അന്ധകാര പൈശാചിക ശക്തികളുടെ മേൽ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ജയമടയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാഴായി കിടക്കുന്നത് എവിടെ? ശൂന്യമായി കിടക്കുന്നത് എവിടെ? പ്രൈസ് ദി ലോർഡ്. അവിടേക്ക് എൻ്റെ കർത്താവിൻ്റെ പാദപീഠങ്ങൾ, എൻ്റെ ഭർത്താവിൻ്റെ പാദസ്പർശം ഉണ്ടാകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഹല്ലേലൂയ അന്ധകാര വ്യാപാരത്തിന് മേൽ ഞങ്ങൾ സഭയായി ജയമടയുകയാണ്. Rabba Kambara Buda Rabba Rima Nabalaba Saturalaba Ribalkara Manadara Hamdal Buda Ragadaga Dibal Busha Ragadaga Hamdal Buda Ragadaga Adula Jagalkaradibi Hamdal Busha Ragadaga Hamdal Buda Ragadagas. വീടിൻ്റെ പ്രശ്നം വെച്ച് പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട്. ചിലരൊക്കെ പാസ്പോർട്ട് വിഷയം പറഞ്ഞു, പാസ്റ്റേ ആ വിലയ്ക്കൊന്നും പോകില്ല, ഇവിടെ ഈ സ്ഥലം വേസ്റ്റാ, ഞങ്ങളെങ്ങനെയോ അറിയാതെ വിട്ടുപോയതാ. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവിന് ഒരു കാര്യം പറയാനുണ്ട്. നിന്നെ അവിടെ കൊണ്ടുവന്ന ദൈവമാണെങ്കിൽ, ദൈവത്തിൻ്റെ ഹിതമാണ് നീ അവിടെ വന്നതെങ്കിൽ, അവിടെ നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നെ ഉയർത്തി ജീവിക്കുന്ന ദൈവമുണ്ടെന്ന് വെളിപ്പെടുത്തി, നീ ആരാധിക്കുന്ന ദൈവം സത്യമാണെന്ന് വെളിപ്പെടുത്തി, അതിനുശേഷം മാത്രമേ നിനക്ക് അവിടുന്ന് ഒരു യാത്രയുള്ളൂ. റിസ്മ ഹംദൽ ബറാഖമന ദുലാറബ Arthuna Rabalkara Danaraba Shamdal Budaragadaga Dibaraba Shamdal Budaragada Rabantunaraba Dibal Budaragada Rabantunaraba Dibal Budaraba Dularaba Atmavili Akari Manaslakivar Karangaladi Chanabashile Devatun Aradi Yes, hallelujah. Nivadara Kimbal, hallelujah. Poradigana Andagara Mandalatiname, Poradana Paisajiga Mandalatiname, and the Kartavanagara Protikiana, Devam Yeranduli, how in the Satugal Chilariana, oh, Riba. Kamanaba, Hamdal Buda Ragadaga, Hartun Manada Busham Dalagada, Vibal Buda Ragadagas. Ribala Bolo,
ഹംദാലാറബ ശാറബ ഹംദാലാറബ ഖൗഡാറബ ഹർതുദാറബ ഉഡാലഗടഗ ഹംദൽ വൗഡാറബ. ദൈവമാണ് നിന്നെ കൊണ്ടുവച്ചെങ്കിൽ പ്രൈസ് അതിന് മുൻപ് നീ ഓടരുത്. ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്, പദ്ധതിയുണ്ട്. അത് പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ കർത്താവ് നിന്നെ പുറപ്പെടുവാൻ സമ്മതിക്കുകയുള്ളൂ. അതുവരയ്ക്കും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അതുവരയ്ക്കും ക്ഷമയോടെ കാത്തിരിക്കുമെങ്കിൽ എൻ്റെ കർത്താവ് പ്രവർത്തിപ്പാൻ ശക്തനാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഓർപ്പിക്കുന്നു. പലരും മുദ്ര കുത്തിയിട്ടിരിക്കുക, പാഴും ശൂന്യമെന്ന് പറഞ്ഞ് പലരും മുദ്ര കുത്തിയിരിക്കുക. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. മകളെ ഒരു കാര്യം വിളിച്ചു പറയട്ടെ, ചില കാലങ്ങൾ മാത്രമാണ് അങ്ങനെ ഇരിക്കുവാൻ കഴിയുള്ളൂ. ചില കാലങ്ങൾ മാത്രമാണ് അങ്ങനെ ഇരിക്കുവാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അതിന് ശേഷം എൻ്റെ കർത്താവ് എഴുന്നള്ളി വരും. അതിന് ശേഷം എൻ്റെ കർത്താവ് ഇറങ്ങി വരും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, അതുവരയ്ക്കും ഹല്ലേലൂയ എൻ്റെ കർത്താവ് നല്ലവനെന്ന് രുചിച്ചറിയുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ അനുവദിച്ച ആ നല്ല നാളുകായി ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. Praise the Lord. Praise the Lord. Hallelujah. കാരണം എനിക്ക് അതല്ല എൻ്റെ വിഷയം. ഒന്നുകൊണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർപ്പിക്കണം, പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കറിയാം എന്നെ ദൈവം വെറുതെ അയച്ചതല്ല. Praise the Lord. എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്നെ ദൈവം വെറുതെ അയച്ചതല്ല. ചില വിഷയങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം നമ്മൾ ഒരുമിച്ച് ജയം പ്രാപിക്കാൻ പോകുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് എന്തോ ചില പ്ലാനുകൾ ചെയ്യാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചില കാര്യങ്ങൾ ചെയ്തെടുക്കുവാനുണ്ട്. പലതും പൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഇവിടെ തുറക്കുവാൻ കർത്താവ് എഴുന്നള്ളി വരികയാ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്നോട് കൂടെ ചേർന്ന് എടുത്തുകൊള്ളുക. മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ ചില കാര്യങ്ങളെ ഓർപ്പിച്ചിട്ട് ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ. Yes. അടുത്തത് സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശമുദിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഒരു ദൂത് വിളിച്ചു പറയുകയാണ്. ആരാധിക്കുന്നുണ്ട്, ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, മഹത്വപ്പെടുത്തുന്നുണ്ട്, വിടാതെ ആരാധനയ്ക്ക് വരുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ മരണഭയവുമായി ജീവിക്കുന്ന പ്രിയപ്പെട്ടവരെ യേശുവിന്റെ നാമത്തിൽ മരണഭയവും പേറി സ്തോത്രം. ശത്രുവിൻ്റെ ഒരു പുതിയ അടവാ. മരണഭയം കൊണ്ടുവന്ന് വിശ്വാസത്തിൽ നിന്നെ വീഴ്ത്തിക്കളയുവാൻ ശത്രു ഭയം, മരണത്തിൻ്റെ ഭയം കൊണ്ടുവന്ന് നിന്നെ ഭീതിപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, മരണത്തിന് അധികാരിയായ പിശാചിനെ തകർത്ത് ക്രൂസിന്മേൽ ജയത്തെ കൊണ്ടാടിയ യേശുവിന്റെ നാമത്തില് വിളിച്ചു പറയട്ടെ, നിന്റെ മേൽ പോരാടുന്ന, നിന്റെ അകത്തു പോരാടുന്ന ഭയത്തിന്റെ ആത്മാവിന് യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്. റമന ഹംദുലാരി ബിഖൗഡാറങ്ങടക. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു വിട്ടാൽ ഇരുളിൻ്റെ നിഴലിൽ മരണത്തിൻ്റെ ദേശത്തിലും
ഇരുളിൻ്റെ നിഴലിലും താമസിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ഇരുട്ടിൽ ഇരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. വെളിച്ചം കാണാൻ കാരണമെന്തെന്നറിയാമോ? ഒരുവൻ നടന്നു വരുന്നുണ്ട്. അവൻ്റെ പേരാണ് നസനാകിയ യേശു ക്രിസ്തു. ഒരുവൻ നടന്നു വരുന്നുണ്ട്, അവൻ്റെ പേരാണ് ഹല്ലേലൂയ നസനാകിയ യേശു ക്രിസ്തു. ഒരുവൻ വരുന്നുണ്ട്, അവൻ്റെ പേരാണ് ജീവന്റെ അധിപതി. ഒരുവൻ നടന്നു വരുന്നുണ്ട്, അവൻ്റെ പേരാണ് പുതുജീവനെ നൽകി തരുവാൻ കഴിവുള്ളോൻ. ഒരുവൻ നടന്നു വരുന്നുണ്ട്. മാർത്തായേ, മറിയായേ, നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ, പുതുജീവൻ കൊടുക്കുവാൻ ഒരുവൻ നടന്നു വരുന്നുണ്ട്. ഒരു ഗുരു നടന്നു വരുന്നുണ്ട്. അവൻ്റെ പേരാണ് നാം ആരാധിക്കുന്ന യേശു. Praise the Lord. Praise the Lord. Hallelujah. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. Praise the Lord. ഹല്ലേലൂയ. സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും. ചില ദേശങ്ങളുടെ പേരെടുത്ത് പറഞ്ഞിരിക്കുക. അങ്ങോട്ടൊന്നും പോകാൻ എനിക്ക് നേരം കുറവായതുകൊണ്ട് എൻ്റെ വിഷയത്തിൽ മാത്രം നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Praise the Lord. ഹല്ലേലൂയ. വിടുതൽ നമുക്ക് ആവശ്യമാണ്. വിടുതൽ പ്രാപിപ്പനായി നാം കടന്നു പോവുകയാണ്. വിടുതലിന് ആവശ്യമായിരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചന മാത്രം നിങ്ങളോട് അറിയിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ചില ദേശങ്ങളുടെ പേര് അവിടെ എഴുതി വെച്ചിട്ട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഗലീല, ജാതികളുടെ ദേശമായിരിക്കുന്ന ഗലീലയും പ്രൈസ് ദി ലോർഡ് മരണത്തിൻ്റെ ഹല്ലേലൂയ മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. അത് എങ്ങനെയാണെന്നറിയാമോ? ഒരുവൻ വരുന്നുണ്ട്, അവൻ്റെ പേരാണ് യേശു. യേശുവിൻ്റെ പാദം അവിടെ സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ, യേശു അവിടെ കടന്നു വന്നപ്പോൾ, അതിൽ മരണത്തിൻ്റെ താഴ്വര നീങ്ങിപ്പോയി. യേശു അവിടെ കടന്നു വന്നപ്പോൾ ഇരുൾ നീങ്ങിപ്പോയി. യോഹന്നാന്റെ സുവിശേഷത്തിൽ വിളിച്ചു പറയുകയാണ്, അത് സത്യ വെളിച്ചം ഭൂമിയിലേക്ക് ഉദിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇരുളിനെ ഹല്ലേലൂയ അതിനെ എതിർക്കുവാൻ കഴിഞ്ഞില്ല, പിടിക്കുവാൻ കഴിഞ്ഞില്ല. എവിടെ വെളിച്ചമുണ്ടോ അവിടെ ഹല്ലേലൂയ ഇരുളിനെ അധികാരമില്ല. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ നിന്റെ കുടുംബത്തിലേക്കും നിന്റെ ജീവിതത്തിലേക്കും നിന്റെ ദേശത്തിലേക്കും നിന്റെ പ്രശ്നത്തിലേക്കും എൻ്റെ യേശു ഇറങ്ങി വരുമ്പോൾ അതിന്മേൽ പോരാടുന്ന, അതിന്മേൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തി ഓടിപ്പോകുകയാണ്. അത് തകർന്നു പോകുകയാണ്. അവിടെയാണ് വെളിച്ചം വീശുന്നത്. Praise the Lord. Hallelujah. ഇതുവരെയും ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് വെളിച്ചം കാണുവാൻ കഴിയാതെ വണ്ണം ഇരുട്ടിൻ്റെ അന്ധകാരത്തിൽ കിടന്നുകൊണ്ട് അന്ധകാരത്തിന് അധിപതിയാകിയ പ്രൈസ് സാത്താന്റെ ഹല്ലേലൂയ ചില ബന്ധനങ്ങളിൽ കിടന്നുകൊണ്ട് മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം, ശരിയായൊന്ന് ആരാധിക്കുവാൻ കഴിയാതെ വണ്ണം, ശരിയായൊന്ന് സ്തുതിക്കുവാൻ കഴിയാതെ വണ്ണം ഭാരപ്പെടുന്നവരെ ഹല്ലേലൂയ സത്യ വെളിച്ചമായ യേശു ക്രിസ്തു ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരികയാണ്. Praise the Lord. Hallelujah. 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 പാസ്റ്ററെ ശരിക്കും ആരാധിക്കാൻ കഴിയുന്നില്ല. ആരാധിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, ഉപവസിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പ്രശ്നം നിങ്ങളെപ്പോലൊക്കെ ഒന്ന് പാടി തുള്ളി ചാടി ആരാധിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്നെ വിടുന്നില്ല. ആര് വിടുന്നില്ല? ചിന്തിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. വിടുന്നില്ലെന്നേ. ഇതിനകത്തേക്ക് കടക്കുമ്പോൾ എന്നെ ആരോ പിടിച്ച് കെട്ടുകയാ. പ്രൈസ് ആരാധിക്കാൻ പറ്റുന്നില്ല, സ്തുതിക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ആരാധിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ വരികയാ. പക്ഷേ ഇന്ന് പകൽക്കാലം അതിനെ ബ്രേക്ക് ചെയ്യുക യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. അതിനെ ഉടയ്ക്കുകയാണ്, അതിനെ തകർക്കുകയാണ്. ഞാൻ പറഞ്ഞ ഉപവാസം, ഈ ഉപവാസ പ്രാർത്ഥന ഹല്ലേലൂയ പ്രൈസ് ചിലതിനെ തകർത്ത് ചിലതിനെ ഉടച്ച് ചിലതിനെ പണിയുന്ന ദിവസങ്ങളാണ് ഈ 3 ദിവസങ്ങൾ. മറന്നു പോക വേണ്ട. ഹല്ലേലൂയ സ്തോത്രം. ആഗ്രഹിക്കാൻ പ്രൈസ് താല്പര്യമുണ്ടായിട്ടും ആരാധിക്കുവാൻ ഹല്ലേലൂയ പ്രൈസ് താല്പര്യമുണ്ടായിട്ടും സ്തുതിക്കുവാൻ താല്പര്യമുണ്ടായിട്ടും കഴിയാതവണ്ണം ഭാരപ്പെടുന്ന ദൈവ പൈതലേ, നിന്റെ സ്ഥിതിക്കൊരു മാറ്റം വരുത്തുവാൻ എൻ്റെ കർത്താവിന് ആഗ്രഹമുണ്ട്. നീ തയ്യാറാണെങ്കിൽ, നീ അതിനെ ഹല്ലേലൂയ പ്രൈസ് ഹല്ലേലൂയ നീ അതിനെ തയ്യാറാണെങ്കിൽ, നീ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ മേൽ പോരാടുന്ന പൈശാചിക ബന്ധനത്തെ തകർത്തുവിട്ട് ഹല്ലേലൂയ യേശുവിന്റെ ശക്തി വ്യാപരിച്ച് നിന്നെ പൊക്കിക്കൊണ്ടുവരുവാൻ, നിന്നെ ഉയർത്തിക്കൊണ്ടുവരുവാൻ എൻ്റെ കർത്താവ് ശക്തൻ. ഓ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയും യോർദാൻ്റെ കരയിലുമുള്ള നാടും ജാതികളുടെ ഗലീലയും
ഇങ്ങനെ ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അങ്ങനെയാണെങ്കിൽ ഈ ദേശങ്ങളൊക്കെയും കിടക്കുന്നത് എവിടെയാ? ഇരുട്ടിലാ. സ്തോത്രം, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പഴയ നിയമം നാം വായിക്കുമ്പോൾ പ്രൈസ്, ഈ ഗലീലി പട്ടണമൊക്കെ ചിലർ ഉപേക്ഷിച്ച സ്ഥലമാണ്. ചിലർക്ക് പ്രസൻറ്റേഷൻ കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ ഞങ്ങൾക്കൊന്നും ഈ സ്ഥലം വേണ്ട, ഗലീലി വേണ്ട. പ്രൈസ് ഹാലി പഴയ ശലോമോൻ്റെ കാലത്തിൽ ആ കാര്യം കിടക്കുന്നുണ്ട്, അങ്ങോട്ട് പോകുന്നില്ല. ഞങ്ങൾക്ക് ഈ സ്ഥലം വേണ്ടെന്നേ, ഇതൊരു ഒന്നിനും പ്രയോജനമില്ലാത്ത സ്ഥലമാണ്, വെറും ഇരുട്ടാ. ഹല്ലേലൂയ, ഒന്നിനും പ്രയോജനമില്ലാത്ത ഒരു സ്ഥലമാണ്. ഞാൻ കോയമ്പത്തൂർ പോകുമ്പോൾ അവിടെ കാല് വയ്ക്കുമ്പോൾ പ്രൈസ് വലിയ കാടാ, വലിയ കാടെന്ന് പറഞ്ഞാൽ ഭയങ്കര കാടാ. പ്രൈസ് മുള്ളുമരം കൊണ്ട് നിറഞ്ഞൊരു കാട്ടിൻ്റെ മധ്യത്തിലാണ് ഞങ്ങളുടെ ആരാധന സ്ഥലം. പലരും പറഞ്ഞു, ഈ സ്ഥലം, ഈ മുള്ളുകാട്, ഇവിടേക്ക് ആര് വരാനാ? പ്രൈസ്, ഇവിടേക്ക് ആര് വരാനാ? ഇവിടേക്ക് എന്ത് നടക്കാനാ? ഇതും വെറും കാട്, കളിമൺ ഭൂമിയാണ്. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് നമ്മുടെ കാല് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഹാലുയ കാലൊട്ടും. എൻ്റെ 1-2 വണ്ടി അങ്ങനെ ബ്ലോക്കായി 2-3 പ്രാവശ്യം അവിടെ ഇട്ടിട്ട് പോകേണ്ട ഗതികേട് വന്നിട്ടുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ ആ കളിമണ്ണ് കയറി പിടിക്കും. നിങ്ങൾ വന്നാൽ ഞാൻ കാണിച്ചു തരാം. പലതും പറഞ്ഞു, ഇത് പാഴാ, ഇത് ശൂന്യമാ, പുറത്തേക്ക് പോക്കോ, ഇവിടെ ഒന്നും ശരിയാക്കിയില്ല. പക്ഷെ 20 വർഷം കഷ്ടപ്പെട്ടു, 20 വർഷം പോരാടി. പ്രൈസ് ദി ലോർഡ്. മണ്ണിനോടും ഹല്ലേലൂയ പ്രൈസ് അവിടെ ദേശ നിവാസികളോടും പോരാടി. ഹല്ലേലൂയ, ദേശത്തോട് പോരാടി. ഇന്ന് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഇന്ന് അവിടെ ഒരു സെന്റിന് 15 ലക്ഷം രൂപയാ. ഞാൻ വിശ്വസിക്കുന്ന ഇങ്ങനെയാ, ദൈവ പൈതൽ വന്നപ്പോൾ, ആരാധന തുടങ്ങിയപ്പോൾ, പ്രൈസ് പ്രാർത്ഥന തുടങ്ങിയപ്പോൾ കെട്ടുപൊട്ടി. നിന്റെ മാത്രമല്ല, നീ ഇരിക്കുന്ന ദേശത്തിൻ്റെയും. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു പ്രൈസ് ആളാ ഞാൻ. ഹല്ലേലൂയ, അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാ. എൻ്റെ ദൈവം എന്നെ കൊണ്ടുപോയി വെക്കുന്ന സ്ഥലത്ത് ഞാൻ മാത്രമല്ല വിടുതൽ പ്രാപിക്കുന്നത്, എനിക്ക് ചുറ്റുമുള്ള ദേശവും എനിക്ക് ചുറ്റുമുള്ള ജനവും വിടുതൽ പ്രാപിക്കുമെന്ന് പരിപൂർണമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഈ ദേശമെല്ലാം പലരും തള്ളി, വേണ്ട, ഞങ്ങൾക്ക് വേണ്ട. ചില രാജാക്കന്മാർക്ക് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ട, ഇത് ഒന്നിനും കൊള്ളാത്ത പ്രദേശമാ, ഇതും വെറും ഇരുട്ടാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നോട് ഇന്നൊരു സഹോദരൻ, ഇന്നലെ സഹോദരൻ ഫോൺ വിളിച്ചു, പാസ്റ്റർ ഒരു വീട് വേണം. അപ്പോൾ ഞാൻ ചോദിച്ചു, വീടുണ്ട്. അദ്ദേഹം അടുത്തത് പറഞ്ഞത്, വെള്ളം നിർബന്ധമായിട്ടും വേണം, വെള്ളം നിർബന്ധമായിട്ടും വേണം. അല്ലേ? നമ്മളൊക്കെ നോക്കും, വെള്ളം, സ്ഥലവും, സ്കൂളും, ആശുപത്രിയും, ബാങ്കും ഒക്കെ അടുത്തുള്ള സ്ഥലമാണ് നമ്മൾ പ്രതീക്ഷിച്ചതോടെ, നീരോട്ടമുള്ള ലോത്തിനെ പോലെ. ഇന്ന് പകൽക്കാലം നിന്റെ പാഴും ശൂന്യതയെയും പണിയുന്നൊരു ദൈവമുണ്ട്. ക്ഷമയോടെ കാത്തിരിക്കുമെങ്കിൽ, ക്ഷമയോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ, പ്രൈസിലെ പാഴും ശൂന്യതയും പണിത് അവിടെ തന്നെ മാനിക്കുവാൻ എൻ്റെ ശക്തൻ വലിയവൻ, എൻ്റെ കർത്താവ് വലിയവനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ഈ ബൈബിൾ കോളേജ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവരോട് ഞാൻ പറയാറുണ്ട്, ഇവിടുത്തെ ബൈബിൾ കോളേജിൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ എന്നെ ഇവിടെ പഠിപ്പിച്ച ഒരു സാറുണ്ടായിരുന്നു, പേര് പറയുന്നില്ല. അദ്ദേഹം എൻ്റെ കയ്യെ പിടിച്ചു. നടന്ന സംഭവം അന്ന് അവിടെയായിരുന്നു ഗ്രാജുവേഷൻ സെറമണി. അവിടെയാണോ ഇവിടെയാണോ? അവിടെ, യെസ്. കയ്യെ പിടിച്ചു, എന്നോട് പറഞ്ഞു, നേരെ എറണാകുളം ഡിസ്ട്രിക്റ്റിലേക്ക് പോരെ, അസിസ്റ്റൻറ്റ് പാസ്റ്ററായിട്ടിരുന്നോ, അന്ന് 7000 ശമ്പളം തരാമെന്ന് പറഞ്ഞു. അവിടുത്തെ മെയിൻ പാസ്റ്റർ അമേരിക്കയിലേക്കും ഗൾഫിലേക്കും പോകുമ്പോൾ പ്രാർത്ഥന അവിടെ താരാ നടത്തിയാൽ മതി, അവിടുന്ന് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് അവിടെ കൂടിക്കോ. വെച്ച കയ്യെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവം എന്നൊരു സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട്, അതിപ്പോൾ പാഴും ശൂന്യമായിരിക്കും, പക്ഷെ പാഴും ശൂന്യത്തെയും പണിയുന്ന, പണിതെടുക്കുന്ന, അതിനെ
പുത്തൻ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന, അതിനെ പച്ചപ്പ് കൊടുത്ത്, അതിനെ ഹാലിയ പ്രസരിപ്പ് കൊടുത്ത്, ഹാലിയ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. പ്രൈസൽ. അങ്ങനെയെങ്കിൽ എന്നോട് കൂടെ പ്രൈസൽ ചേർന്ന് പ്രൈസൽ വിശ്വസിക്കുമെങ്കിൽ ഹാലിയ പറഞ്ഞാട്ടെ. ഹാലിയ പാഴയും ശൂന്യതയും പണിയുന്ന ദൈവമാണ് എൻ്റെ ദൈവം. ഹാലലുയ ഭാനിയെ പ്രൈസൽ. ഹാലിയ കർത്താവദാസൻ വിളിച്ചു പറഞ്ഞല്ലോ, തീക്കൽ പാറയിൽ നിന്നും ഹാലിയ വെള്ളത്തെ പുറപ്പെടുവിക്കുവാൻ ആ ദൈവത്തിന് കഴിയുമെങ്കിൽ എല്ലാവരുടെയും കണ്ണിന് മുൻപിൽ അതൊരു പാറയാണ്, അതൊരു തീക്കൽ പാറയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയാ വെള്ളം പുറപ്പെടുന്നത്? വിശ്വാസത്തോടെ കാൽ വെച്ചാൽ മതി. ഹല്ലേലൂയ. ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യും. നമ്മൾ ദൈവത്തെ പഠിപ്പിക്കേണ്ടതേ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എടുത്ത് പുസ്തകം വചനം എടുത്ത് എവിടെയാ തീക്കൽ പാറയെന്ന് വെള്ളം പുറപ്പെട്ട ചരിത്രം എവിടെയാ? നീ ദൈവത്തെ പഠിപ്പിക്കല്ലേ, നീ ദൈവത്തെ അനുസരിക്കേ. നീ അവന്റെ വഴിയെ ചോദിക്കല്ലേ, അവന്റെ വഴി സമുദ്രത്തിലുണ്ടെന്നേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ചോദ്യം മതിയാക്കി നീ കീഴ്പ്പെടുവാൻ, നീ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ തീക്കൽ പാറയിൽ നിന്നും വെള്ളം പുറപ്പെടും, സമുദ്രത്തിൽ വഴി തുറക്കും, പാഴും ശൂന്യതയും പണിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഹിതപ്രകാരം മുണ്ടത്തിക്കൂടെ ഒരു പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ ദാസൻ ചോദിച്ചു വന്നപ്പോൾ, എപ്പോഴാ പാസ്റ്റർ അവിടെ ആരാധന തുടങ്ങുന്നത്? ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യം, ഈ 3 ദിവസം പ്രാർത്ഥന കഴിയട്ടെ. സ്തോത്രം. ഈ 3 ദിവസം ഉപവാസത കഴിയട്ടെ. കർത്താവ് പാഴും ശൂന്യതയും പണിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നഷ്ടപ്പെട്ട നാളുകളെ ഓർത്ത് ഞാനിപ്പോൾ ദുഃഖിക്കുക. അതെന്താ പാസ്റ്റർ നഷ്ടപ്പെട്ട നാളുകൾ? ഞാൻ പറയാം. ഞാൻ കോയമ്പത്തൂരായിരുന്നപ്പോൾ എനിക്ക് ഇങ്ങോട്ട് കടന്നു വരേണ്ട ഒരു സാഹചര്യമായിരുന്നു. ഭാര്യയുടെ അമ്മ മരിച്ചപ്പോൾ ഞങ്ങൾ ഫാമിലിയോട് കടന്നു വന്നു. പിന്നെ ആഴ്ചയിൽ മാത്രമാണ് അങ്ങോട്ട് പോകുന്നത്. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ വെറുതെ വീട്ടിലിരിക്കുകയായിരുന്നു. വെറുതെ കുറച്ച് സ്ഥലമൊക്കെ ഉള്ളത് കൊണ്ട് ആ സ്ഥലത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. വെറുതെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ കരയുക. നഷ്ടപ്പെട്ട നാളുകളെ ഓർത്ത് ഞാൻ ദുഃഖിക്കുക. പ്രൈസിൽ വിലാപങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, നഷ്ടപ്പെട്ട നാളുകളെ ഞങ്ങൾക്ക് വീണ്ടും തരണമേ, ഞങ്ങൾക്കൊരു മടക്കി വരവ് തരണമേ. അതേ ദൈവ പൈതലേ, ഇവിടെ ചില ദേശങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ആ ദേശം മുഴുവനും ഇരുട്ടിലാ, മരണത്തിന്റെ താഴ്വരയിലാ, വിശ്വാസത്തിന്റെ ഒരു വാക്കുപോലുമില്ല, ഇരുട്ടിൽ കിടക്കുകയാണ്. മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം ഈ പ്രദേശമെല്ലാം പാഴും ശൂന്യമായി കിടക്കുകയാ. അതിലിരിക്കുന്നവർക്ക് ഒരു ഉയർച്ചയുമില്ല, അനുഗ്രഹവുമില്ല, പുറത്തേക്ക് വരുവാൻ കഴിയുന്നില്ല, ആഗ്രഹമുണ്ട് കഴിയുന്നില്ല. ഇരുട്ടിന്റെ അനുഭവം മാത്രമാണ്. അന്ധകാരത്തിന്റെ പോരാട്ടങ്ങൾ മധ്യയിലായിരിക്കുകയാണ്. എന്നാൽ ആ വചനത്തിൽ തന്നെ വിളിച്ചു പറയുകയാണ്, ഇരുട്ടിൽ കിടന്ന ഒരു ജനം വലിയൊരു വെളിച്ചം കണ്ടു. ആ വെളിച്ചം എവിടെയാ കണ്ടത്? ആ വെളിച്ചം കണ്ടത് വേറെ ആരിലുമല്ല, യേശുവിലാണ്. ഓ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ കാര്യം പ്രൈസ് കോയമ്പത്തൂരിൽ എവിടെയുള്ള ജനങ്ങളോട് പറയുമ്പോൾ, പ്രിയപ്പെട്ടവർ നിങ്ങൾക്കറിയുമോ, അവിടെ ഇരിക്കുന്ന 99% ആളുകളും, ഞാനും എൻ്റെ ഭാര്യയെ ഒഴിച്ച് 1-2 വിശ്വാസികൾ ഒഴിച്ച് ബാക്കി 99% വിശ്വാസികളും പിശാചിന്റെ അടിമത്തനത്തിൽ കിടന്നവരാ. ഇരുട്ടിന്റെ അധിപതിയാകിയ സാത്താന്റെ അധികാരത്തിൽ കിടന്നവരാ. വെളിച്ചം കാണാതെ വണ്ണം ജീവിതം മുരടിച്ചു പോയവരായിരുന്നു. ജീവിതം പ്രൈസിൽ എങ്ങനെ കൊണ്ടുപോകണമെന്നറിയാതെ ഭാരപ്പെട്ടു പോയവരായിരുന്നു. എന്നാൽ ഇവിടെ പറഞ്ഞതുപോലെ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടതുപോലെ
ആ ദേശത്തിൽ യേശു ഇറങ്ങി വന്നപ്പോൾ യേശുവിൻ്റെ വെളിച്ചം ദേശങ്ങളിലേക്ക് വ്യാപരിക്കപ്പെട്ടു, ഇരുട്ടിലേക്ക് ഇറങ്ങിച്ചെന്നു. അനേകർ സത്യദൈവമാകിയ യേശുവിനെ കാണുവാനിടയായി തീർന്നു. ഞാനിങ്ങനെ പോയാൽ മുൻപോട്ട് പോയാൽ സമയം ഒത്തിരി ആകും. വിഷയത്തിലേക്ക് വരട്ടെ. ഇവിടെ വായിച്ചു, ചില ദേശങ്ങളിലേക്ക് ഇരുട്ട് വ്യാപരിച്ചു. ഓൾറെഡി ആ ദേശം ഇരുട്ടിലാണെങ്കിൽ അവിടുത്തെ ജനങ്ങളും ആരായിരിക്കും? അന്ധകാരത്തിൽപ്പെട്ടവരായിരിക്കും, ഒരു സംശയവും വേണ്ട. ഈ അന്ധകാരം എന്ന് പറയുമ്പോൾ ചിലർക്കൊന്നും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ ഉദാഹരണം പറയാം, അനുഭവിച്ച ഉദാഹരണം പറയാം. നിങ്ങൾ ചാലക്കുടിയിൽ നിന്ന്, ചാലക്കുടി പിന്നെ എൻ്റെ അടുത്ത സ്ഥലം ഷോളയാർ, ആ വഴിയുണ്ടല്ലോ, അങ്ങോട്ട് അതിന് അതിരപ്പള്ളി, വാഴച്ചാല്, ഷോളയാർ, അപ്പർ ഷോളയാർ, അങ്ങനെ നിങ്ങൾ വാൽപ്പാറയ്ക്ക് പോകണം. പകലിലല്ല, രാത്രിയിൽ. എൻ്റെ ചെറുപ്പത്തിലൊരു മണ്ടത്തരമല്ലാതെ വേറെന്താ പറയാനാ. ഞങ്ങൾ 4 പേര് കൂടെ 2 വണ്ടിയിൽ പോയി, 2 വീലറിൽ. കർത്താവിൻ്റെ കൃപ കൊണ്ട് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ട്രാക്ട് കൊടുത്ത് പോയത് കൊണ്ട് കർത്താവിൻ്റെ ഒരു പരിപാലനം ഉണ്ടായിരുന്നു. മണ്ടത്തരം എന്നല്ലാതെ എന്താ പറയുക. ചാലക്കുടിയിൽ ട്രാക്ട് കൊടുത്തു, വാഴച്ചാല് ട്രാക്ട്, അതിരപ്പള്ളി വാഴച്ചാൽ കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സഹോദരൻ്റെ ഒരു ആഗ്രഹം, എവിടെ പോകണം? അപ്പർ ഷോളയാർ ഡാം കണ്ട്. സമയം 6 മണി 7 മണിയായി. വണ്ടി ഒരെണ്ണം എന്ന് പറയുമ്പോൾ സണ്ണി എന്ന് പറഞ്ഞ വണ്ടി കണ്ടുണ്ടോ നിങ്ങൾ? മൊപ്പേഡ് വണ്ടി സണ്ണി, അതാണ് ഒരു വണ്ടി. ഇന്നൊരു വണ്ടി 3 ഗിയറുള്ള ബജാജ് വണ്ടി കണ്ടുണ്ടോ? 3 ഗിയറുള്ള വണ്ടി, അത് എനിക്ക്, സണ്ണി വേറൊരുത്തിന്. ഇതെല്ലാം ഞങ്ങൾ യാത്ര. അന്ധകാരത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. ഞങ്ങൾ 7 മണിയായി, അതിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോൾ 7 മണിയായി ചെക്ക് പോസ്റ്റ് ഞങ്ങൾ പിടിച്ചു. പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഞങ്ങൾ അവിടെയൊന്നും പോകില്ല, എവിടെയൊന്നും പോകില്ല. ഞങ്ങൾ ഷോളയാർ ഡാം മാത്രം കണ്ട് പെട്ടെന്ന് തിരിച്ചു വരാം. ഞങ്ങൾ പോയി. കൂരിട്ട. സണ്ണിക്കൊക്കെ എന്തോരം വിളിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഞങ്ങൾ ശരിക്കും ആ കാടിൻ്റെ മധ്യത്തിലെത്തി. ഞങ്ങൾക്കറിയാം ആന ഇറങ്ങുന്ന സ്ഥലമാണോ പുലി ഇറങ്ങുന്ന സ്ഥലമാണോ ഞങ്ങൾക്കറിയില്ല. ആദ്യമായിട്ട് പോകുന്നതാ, നടന്ന സംഭവമാണ്. ചെറിയ പ്രായ. ഒത്തക്കാടിൻ്റെ നടുവിലെത്തിയപ്പോൾ സണ്ണി പഞ്ചറായി. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഞാനും എൻ്റെ അനിയനുണ്ട്, ഇന്നൊരു സഹോദരൻ, വേറെ സഹോദരൻ. സണ്ണി പഞ്ചറായി, അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇത്ര അടുത്ത് നിൽക്കാൻ എൻ്റെ അനിയൻ, ഇത്ര അടുത്ത് കാണാൻ പറ്റുന്നില്ല, ഇരുട്ട്. ഇത്ര അടുത്ത് നിന്ന് എൻ്റെ അനിയന് എനിക്ക് കാണുവാൻ പറ്റിയില്ല. അതാണ് ഇരുട്ട്. എവിടത്തെ ഇരുട്ട്? കാടിൻ്റെ ഉള്ളിലെ ഇരുട്ട്. തൊട്ടടുത്ത് നിന്ന് അനിയനെ കാണാൻ പറ്റിയില്ലെന്ന്. അപ്പോൾ ഇരുട്ടിൽ കിടക്കുന്ന ജനമെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോ. അതിൻ്റെ ശക്തി, അതിൻ്റെ ആഴം, അതിൻ്റെ ആഘാതം എത്രമാത്രമുണ്ടെന്ന്. ഈ ആഘാതത്തിൽ നിന്നും, ഈ ആഴത്തിൽ നിന്നും, ഈ ഇരുട്ടിൻ്റെ ആഘാതത്തിൽ നിന്നും വിളിച്ചു വരുത്തുവാൻ, കൈപ്പിടിച്ചുയർത്തുവാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ. അത് നമ്മൾ ആരാധിക്കുന്ന കർത്താവാ. അത് നമ്മൾ ആരാധിക്കുന്ന ദൈവമാ. അങ്ങനെയുള്ള ഇരുട്ടിൽ കഴിയുന്ന ഈ ദേശങ്ങളിലേക്ക് എങ്ങനെ വെളിച്ചം വന്നത് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള ദേശങ്ങളിലൊക്കെയും പരന്നു. മതി. ആത്മാവിന്റെ ശക്തിയോടെ ഒരുവൻ വരികയാണ്. എവിടേക്ക്? ഇരുട്ട് നിറഞ്ഞ ദേശത്തിലേക്ക്, ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിലേക്ക്, പാഴും ശൂന്യമായി കിടക്കുന്ന ദേശങ്ങളിലേക്ക്, പാഴും ശൂന്യമായി കിടക്കുന്ന ജീവിതങ്ങളിലേക്ക് ഒരുവൻ ഇറങ്ങി വരികയാണ്. അവൻ്റെ പേരാണ് യേശു. അവൻ എങ്ങനെ വരിക? ആത്മാവിൻ്റെ ശക്തിയോടെ. തീർന്നില്ല, സാത്താനെ ജയിച്ചു വരികയാ. ഹല്ലേലൂയ. അവൻ്റെ പരീക്ഷകളെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ആത്മാവിൻ്റെ ശക്തിയോടെ ഇരുളിൻ്റെ അധികാരത്തിലേക്ക് യേശു ഇറങ്ങി വരികയാ. യേശു ഇറങ്ങി വരിക. ഇന്ന് പകൽക്കാലം നിനക്ക് പരിഹാരം യേശുവിൽ മാത്രമാണ്. ആമേൻ.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഗലീല ദേശം ഇരുൾ കൊണ്ട് നിറഞ്ഞ ദേശം, സെബുലൂൻ ദേശം മരണഭീതിയുള്ള ദേശം. ഗലീല ദേശം ചുറ്റിലും ഇരുൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. അവിടേക്ക് ഇപ്പം ആരാ വരുന്നത്? ആത്മാവിൻ്റെ ശക്തിയോടെ യേശു നടന്നു വരികയാ. പ്രൈസ് ദി ലോർഡ്. യേശു നടന്നു വരികയാ. അവൻ്റെ കാൽപാദങ്ങൾ, ഹല്ലേലൂയ, ഈ പ്രൈസ് ഇരുട്ടാണ് സ്ഥലത്ത് പതിച്ചപ്പോൾ അവിടെ അന്ധകാരത്തിൽ കിടന്ന ജനം പറയുകയാണ്, ഞങ്ങളിപ്പോൾ ഒരു വെളിച്ചത്തെ കാണുന്നു, ഞങ്ങളിപ്പോൾ ഒരു വെളിച്ചത്തെ കാണുന്നു, ഞങ്ങളൊരു വെളിച്ചത്തെ കാണുന്നു. അതാരെന്നറിയാമോ? എൻ്റെ യേശുവിൻ്റെ പാദം അവിടെ സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ, എൻ്റെ യേശുവിൻ്റെ കാൽ അവിടെ പതിച്ചു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ജനം വിളിച്ചു പറയുകയാണ്, ഞങ്ങളിനി ഇരുളിനല്ല, ഞങ്ങൾ വെളിച്ചത്തിന്റെ മക്കൾ. നിന്റെ ഇരുളടഞ്ഞ ജീവിതത്തിലേക്ക് എൻ്റെ യേശുവിൻ്റെ കാൽപാദങ്ങൾ. എത്ര ആശ്ചര്യമാണത്! മരണ ഇരുളെയും മരണത്തിൻ്റെ അധികാരിയെയും ഇരുളിൻ്റെ അധികാരിയാകിയ സാത്താനെയും തകർത്തുവാൻ, കാലിൽ മിതിച്ചു പോടുവാൻ, തകർത്ത് കളയുവാൻ, ഹല്ലേലൂയ, യേശുനാഥൻ്റെ കാൽച്ചുവടുകൾ എവിടെ പതിഞ്ഞു? ഗലീലയിൽ. അനേകർ വേണ്ട എന്ന് പറഞ്ഞ്, ഇത് ഈ പ്രദേശത്തെ ഒന്നിനും കൊള്ളുകയില്ലെന്ന് പറഞ്ഞ്, ഇത് ഇരുട്ടാണ്, പാഴാണ്, ശൂന്യമാണെന്ന് തള്ളിക്കളഞ്ഞപ്പോൾ, ഇത് വെറുതെയാണ് എന്ന്, വേസ്റ്റാണെന്ന് പറഞ്ഞപ്പോൾ, ആത്മാവിൻ്റെ ശക്തിയോടെ ഒരുവൻ വരികയാണ്. അവൻ്റെ പേരാണ് യേശു. അവൻ്റെ കാൽപാദങ്ങൾ അവിടെ പെട്ട് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജനം വിളിച്ചു പറയുകയാണ്, ഞങ്ങളുടെ മരണഭീതി നീങ്ങിപ്പോയി, ഞങ്ങളുടെ മരണഭയം നീങ്ങിപ്പോയി, ഞങ്ങളുടെ ഇരുളിൻ്റെ അവസ്ഥ നീങ്ങിപ്പോയി, മരണാധികാരിയായ പിശാച് ഞങ്ങൾക്ക് മുൻപാകെ തകർന്നു പോയി. കാരണം ഞങ്ങൾ ഒരു വലിയ വെളിച്ചം കാണുന്നു, പ്രകാശം കാണുന്നു. ഇനി നിങ്ങൾ യേശുവിൻ്റെ പരിശ ശുശ്രൂഷ നിങ്ങൾ പഠിച്ചോ? ഗലീലയിലെ യേശുവിൻ്റെ ശുശ്രൂഷ നിങ്ങൾ പഠിച്ചോ? ഓരോന്നായി നിങ്ങൾ എടുത്ത് പഠിച്ചോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പെട്ടെന്ന് പോകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ഭൂതഗ്രസ്തൻ, പാഴും ശൂന്യവുമായ ഒരു മനുഷ്യൻ, സ്തോത്രം, ഹല്ലേലൂയ, ആർക്കും വേണ്ട, കുടുംബത്തിനും വേണ്ട, ദേശത്തിനും വേണ്ട, ആർക്കും വേണ്ട, ആർക്കും വേണ്ടാത്തൊരു മനുഷ്യൻ. അവൻ്റെ കിടപ്പ് കല്ലറയിൽ. നിങ്ങൾക്കറിയാവുന്ന ചരിത്രമായതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകുകയാണ്. ആർക്കും വേണ്ടാത്തൊരു മനുഷ്യൻ, കല്ലറയിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, ഭൂതഗ്രസ്തൻ എന്ന് പേരുള്ള മനുഷ്യൻ, ഹല്ലേലൂയ, അവൻ്റെ ജീവിതം അവസാനിച്ചു. ഹല്ലേലൂയ, സാത്താൻ്റെ അടിമത്തനത്തിൽ കിടക്കുന്ന മനുഷ്യൻ. പ്രൈസ് നമ്മോട് വായിക്കുന്നത് ഇങ്ങനെയാണ്, യേശുവിൻ്റെ പാദം അവിടെ സ്പർശിച്ചപ്പോൾ ഹല്ലേലൂയ, ഭൂതഗ്രസ്തൻ വിളിച്ചു പറഞ്ഞു, യേശുവേ, നിനക്കും എനിക്കും തമ്മിൽ എന്ത്? പ്രൈസ് ദി ലോർഡ്. ഇരുളിൻ്റെ അധികാരി ഭയപ്പെട്ടു. ഇരുളിൻ്റെ അധികാരിയായ പിശാച് ഭയപ്പെട്ടു. ആരുടെ വരവ് കണ്ട്? യേശുവിൻ്റെ വരവ് കണ്ട്. ഇന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, പോലെ യേശുവിനെ കൊണ്ടുപോകുവാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, ഇതുവരേക്കും നിന്റെ മേൽ പോരാടിക്കൊണ്ടിരുന്ന, വാതാടിക്കൊണ്ടിരുന്ന, പോരാടിക്കൊണ്ടിരുന്ന സകല പോരാട്ടങ്ങളെയും ചതയ്ക്കുവാൻ നിന്റെ കൂടെ ഒരുവനുണ്ടെങ്കിൽ, യേശു ഉണ്ടെങ്കിൽ, യേശുവിനെയും കൊണ്ടാണ് നീ പോകുന്നെങ്കിൽ, പറയട്ടെ, വർഷങ്ങളായി പാഴായി കിടക്കുന്നത് എൻ്റെ കർത്താവ് പണിയും. പ്രൈസ് ദി ലോർഡ്. ഒരു ജീവിതം തന്നെ പാഴായി പോയില്ലേ നല്ല പ്രായത്തിൽ? യേശുവിൻ്റെ പാദം അവിടെ സ്പർശിച്ച് കഴിഞ്ഞപ്പോൾ ഭൂതഗ്രസ്തൻ വിളിച്ചു പറയാ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? സാറ് പറഞ്ഞതുപോലെ അവൻ്റെ പേരിനൊരു വ്യത്യാസം വന്നില്ലേ? അവൻ്റെ സ്ഥിതിക്കൊരു മാറ്റം വന്നില്ലേ?
ഇന്ന് കിടക്കുന്നത് സെമിത്തേരിയിലല്ലോ, ഇന്ന് നീ എവിടെ കിടക്കുന്നത് ചങ്ങലയിലല്ലോ. അതാ മാറ്റം എവിടുന്ന വന്ന്? ആ മാറ്റം വന്നത് യേശുവിൽ നിന്നാ. ആ വെളിച്ചം എവിടുന്ന വന്ന്? ആ വെളിച്ചം യേശുവിൽ നിന്നാ. അതാ പറഞ്ഞ പാഴും ശൂന്യതയും പണിയുന്ന എൻ്റെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യരാൽ അസാധ്യം, ദൈവത്തിന് സാധ്യം. ഇന്ന് പകൽക്കാലം പാഴും ശൂന്യതയും പണിതെടുക്കുവാൻ എൻ്റെ കർത്താവ് ശക്തൻ. വാക്യങ്ങളെടുത്ത് വായിപ്പിക്കുന്നില്ല, വേഗം പോകട്ടെ. ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ. ഇന്നൊരു മനുഷ്യൻ രാത്രി മുഴുവനും കഷ്ടപ്പെട്ടു. നമ്മ കഷ്ടപ്പെടുന്നത് മുഴുവൻ ഇരുട്ടിലിരുന്ന കഷ്ടപ്പെടുന്നത്. നീ ഇരുട്ടിലിരുന്ന് കഷ്ടപ്പെടുത്തോളം കാലം നിനക്ക് വെളിച്ചം എന്താണെന്ന് അറിയില്ല. ഒരു മനുഷ്യൻ വിളിച്ചു പറയുന്നു, രാത്രി മുഴുവനും അധ്വാനിച്ചു. എന്തു പറയാനാണ്? എൻ്റെ സഭയുടെ കാര്യം ഞാൻ പറയാം. അവിടെ ഈ 24 hours ജോലിയുള്ളത് കൊണ്ട് ചിലരൊക്കെ ഞായറാഴ്ച വരികയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഞാൻ പറയും, നീ ആരാധന മുടക്കി ജോലിക്ക് പോയിട്ട് ഒരു പ്രയോജനവുമില്ല. അതിന് നല്ലത് ആരാധനയ്ക്ക് വന്നാൽ അതിൻ്റെ അനുഗ്രഹമുണ്ടാകും. നാദാ രാത്രി മുഴുവനും അധ്വാനിച്ചു. ഒരു ദൂത് വിളിച്ചു പറയട്ടെ, നിന്റെ അധ്വാനത്തിന്മേൽ പോരാടുന്ന പൈശാചിക ശക്തികൾ. ചിലർക്ക് രഹസ്യം മനസ്സിലായില്ലെന്ന് വിചാരിക്കുന്നു. പാസ്റ്റർ എന്തൊക്കെ ചെയ്തു നോക്കി, മാറ്റി നോക്കി, മറച്ചു നോക്കി, പ്രൈസ് ഓടി നോക്കി, നടന്നു നോക്കി, ഇരുന്ന് നോക്കി, പ്രൈസ് ഹല്ലേലൂയ, കുറച്ചു നേരം കിടന്നു നോക്കി, നത്തിങ്, ഒന്നും സംഭവിച്ചില്ല. നിന്റെ അധ്വാന ഫലം നീ കഴിക്കും. നിന്റെ അധ്വാനത്തിന്മേൽ പോരാടുന്ന ഇരുട്ടിൻ്റെ അധിപതി ഇവിടെ തന്നെ ഉണ്ടോ? നിങ്ങളെല്ലാവരും ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? പ്രൈസ്. നാം വിടുതലിലേക്ക് കടക്കാൻ പോകുകയാ. പ്രൈസ്. ഇപ്പോഴാണ് നിങ്ങൾ ഹല്ലേലൂയ ഉത്സാഹത്തോടെ ഇരിക്കേണ്ടത്. ഇപ്പോഴാണ് നിങ്ങൾ ഉണർവോടെ ഇരിക്കേണ്ടത്. ഇപ്പോഴാണ് നിങ്ങൾ ഉണർന്നിരിക്കേണ്ടത്. നമ്മൾ വിടുതലിലേക്ക് കാലുകൾ വെക്കാൻ പോകുക. കാരണം പ്രൈസിൽ ഒരുവൻ നടന്നു വരുന്നുണ്ട്. ഹല്ലേലൂയ. ഒരുവൻ്റെ പാദസ്പർശം ഹല്ലേലൂയ അനുഭവിച്ചു കഴിഞ്ഞു. ചില അന്ധകാര ശക്തികൾ ഭയപ്പെടുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ചില അധികാരികൾ ഭയപ്പെടുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ചില ശക്തികൾ ഹല്ലേലൂയ കീഴ്മേൽ മറിയുവാൻ തുടങ്ങി. കാരണം യേശുവിൻ്റെ വരവ് കണ്ട്, അവൻ്റെ കാൽപാദം കണ്ട് ചില ശക്തികൾ അമറുവാൻ തുടങ്ങി. ഹല്ലേലൂയ. നിലവിളിക്കുവാൻ തുടങ്ങി. ഇപ്പോൾ ദൈവപൈതൽ നീ ആരാധിക്കേണ്ടത്, ഇപ്പോൾ ദൈവപൈതൽ നീ ഉണരേണ്ടത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ പാദസ്പർശം ഹല്ലേലൂയ അവൻ നടന്നു വരികയാണ്. എവിടേക്ക്? നിന്റെ ജീവിതത്തിലേക്ക് അവൻ നടന്നു വരിക. എവിടേക്ക്? നിന്റെ കുടുംബത്തിലേക്ക് അവൻ നടന്നു വരിക. എവിടേക്ക്? പാഴും ശൂന്യമായ ഇടത്തിലേക്ക്. അധ്വാന ഫലത്തെ ഹല്ലേലൂയ പ്രൈസിൽ കെട്ടിവെച്ച് ഹല്ലേലൂയ ഉയരവിടാതെ ഹല്ലേലൂയ അതേ പ്രൈസ് ഉയർത്തിക്കൊണ്ടുവരാതെ വണ്ണം ഹല്ലേലൂയ ബിസിനസ്സെയും ഹല്ലേലൂയ ഹല്ലേലൂയ നിന്റെ പ്രൈസിൽ കച്ചവടത്തെയും നിന്റെ വ്യാപാരത്തെയും ഹല്ലേലൂയ പ്രൈസിലോ ഉയർച്ചയില്ലാതെ വണ്ണം എന്തൊക്കെ ചെയ്തു നോക്കിയിട്ടും അതിൻ്റെ മേൽ വിജയം പ്രൈസിൽ കരസ്ഥമാക്കാൻ കഴിയാതെ വണ്ണം ഭാരപ്പെടുന്ന ഹല്ലേലൂയ ദൈവ പൈതലെ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, നിന്റെ ബിസിനസിന്റെ വ്യാപ്തിയിലേക്ക് ഉയർത്തിലേക്ക് എൻ്റെ യേശുവിന്റെ കാൽപാദം വെച്ച് കഴിഞ്ഞു. Praise the Lord, praise the Lord, praise the Lord. അതിന്മേൽ പോരാടുന്ന അന്ധകാരത്തിന്റെ ക്രിയകൾ, അതിന്മേൽ പോരാടുന്ന അന്ധകാര പൈശാചിക ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ, പാരമ്പര്യ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ തകർക്കുകയാണ്. നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു ഞാനും. ഈ കെട്ട് പോരാട്ടം പാരമ്പര്യ ശക്തി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരു കാലത്ത് ചിരിച്ചു കൊണ്ടിരുന്നു. മനസ്സിലായില്ലല്ലേ? വേണ്ട, നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു. കെട്ട പാരമ്പര്യമാ. ദൈവം തമിഴ്നാട്ടിലേക്ക് വിട്ടു പഠിപ്പിച്ചു. ചുമ്മാ പഠിപ്പിച്ചില്ല, അനുഭവത്തോടെ പഠിപ്പിച്ചു, കണ്ടു പഠിപ്പിച്ചു, തൊട്ട് പഠിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. നീ എന്താ വിചാരിച്ചിരിക്കുന്നത്?
പ്രശ്നം നിൻ്റെ വ്യാപാരം, നിൻ്റെ കച്ചവടം, ബിസിനസ്സിനെ മുൻപോട്ട് കൊണ്ടുപോകാതെ വണ്ണം അന്ധകാരത്തിൻ്റെ ശക്തികൾ അതിന്മേൽ പോരാടുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഒരുവൻ നടന്നു വരുന്നുണ്ട്. പ്രൈസ്തൽ അവൻ്റെ കാലുകൾ സ്പർശിക്കുമ്പോൾ അന്ധകാര ശക്തി നടുങ്ങും. അവൻ അലറും, അവൻ ഓടിപ്പോകും. ദൈവം എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ ശത്രുക്കൾ ചിതറിയോടും. ഇന്ന് പകൽക്കാലം ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്റെ പ്രൈസലോ ഹല്ലേലൂയ, നിന്റെ കൈകളുടെ പ്രയാസത്തെ, നിന്റെ അധ്വാനത്തെ ഹല്ലേലൂയ മുടക്കം ചെയ്യുന്ന അന്ധകാര ശക്തികളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ സഭയാകെ ഞങ്ങൾ ജയമെടുക്കുകയാണ്. ഓ റബ റബ ശംദല റബ റിഖന റബ സതുര റബ റിമന റബ കൗഡല റബ ഹംദല റിബി കൗഡ റബ ശംദല റബ റിബ രഗദന റൗശല ഗടഗേ. നാദ രാത്രി മുഴുവൻ അധ്വാനിച്ചു. നീ എപ്പോഴാ അധ്വാനിച്ചേ? രാത്രി മീൻ പിടിക്കുന്നത് മുഴുവൻ അധ്വാനിച്ചു. ഒരു രക്ഷയുമില്ല. പക്ഷെ ഒരുവൻ വരുന്നുണ്ട്. അവൻ ആരാന്നറിയാമോ? ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. എന്തെന്നറിയാമോ? ഇരുട്ടിലിരിക്കുന്നവരെ വിടുതലയാക്കുവാൻ, ഇരുട്ടിലിരിക്കുന്ന ജനത്തിന് വെളിച്ചം കൊടുക്കുവാൻ, ചിലരുടെ അധ്വാന ഫലത്തെ ഒന്ന് പ്രേസിൽ അനുഗ്രഹിക്കുവാൻ, ചില ആത്മാക്കളെ വിട്ടുവയ്ക്കുവാൻ, ചില വർഷങ്ങളായി കെട്ടുവെച്ചിരിക്കുന്ന ഭൂതത്തിൻ്റെ ഉപദ്രവങ്ങളെ ഹല്ലേലൂയ പ്രേസിൽ ഹാലിയെ തകർക്കുവാൻ, ഉടയ്ക്കുവാൻ ഹല്ലേലൂയ എൻ്റെ യേശു നടന്നു വരികയാ, എൻ്റെ യേശു നടന്നു വരികയാ, എൻ്റെ യേശു നടന്നു വരികയാ. പത്രോസ്, നീ ഭാരപ്പെടണ്ട. നിന്റെ മുൻപിൽ നിൽക്കുന്നവൻ ആരാന്നറിയാമോ? ഹല്ലേലൂയ, അവനാണ് വെളിച്ചം, അവനാണ് ഇരുട്ടിൽ നിന്നും ജനത്തെ വിടുവിക്കുന്നവൻ, അവനാണ് ശത്രുവിൻ്റെ ഹല്ലേലൂയ പിശാചിന്റെ ക്രിയകളെ അഴിപ്പാൻ ഇറങ്ങി വന്നവൻ, അവനാണ് ഹല്ലേലൂയ. പത്രോസ്, നീ ആ പ്രേക്ഷകന്റെ മുൻപിൽ നിൽക്കുന്നവൻ ആരെന്ന് മനസ്സിലായോ? ഇല്ലെങ്കിൽ നിനക്ക് മനസ്സിലാക്കിക്കോ, സകലത്തെയും സൃഷ്ടിച്ച ഹല്ലേലൂയ പ്രേക്ഷകനോ സർവശക്തനായ പ്രേക്ഷക യേശുവാണ് നിന്റെ മുൻപിൽ നിൽക്കുന്നത്. ഹുറബ ഖമനദുറ ശംദലറബശ. ഞാൻ ഈ വിഷയം പറഞ്ഞാൽ എൻ്റെ സ്റ്റാറ്റസിന് എന്തെങ്കിലും കുഴപ്പം വരുമെന്ന് പറയാതെ ഹൃദയത്തിൽ അടക്കി വെച്ചുകൊണ്ട് ഓരോ ദിവസവും ആരാധനയ്ക്ക് വന്നു പോകുന്ന ദൈവ പൈതലേ, നിന്റെ സ്റ്റാറ്റസിൻ്റെ ഒരു കോട്ടവും സംഭവിക്കില്ല. സംഭവിക്കാതെ തന്നെ ഇറങ്ങി വന്ന് ആ സ്ഥാനത്ത് നീ എവിടെ പ്രയാസപ്പെട്ടു, നീ എവിടെ കഷ്ടപ്പെട്ടുവോ, നീ എവിടെ അധ്വാനിച്ചുവോ, നീ എവിടെ ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞുവോ, അവിടെ നിന്ന് പൊക്കിയെടുക്കുവാൻ, ഹല്ലേലൂയ, അവിടെ നിന്ന് നിറച്ചെടുക്കുവാൻ എൻ്റെ ദൈവം വലിയവൻ, എൻ്റെ ദൈവം വലിയവൻ. ഗലീല കടപ്പുറത്തല്ലേ നീ പറഞ്ഞതൊന്നും കിട്ടിയില്ലെന്ന്? ഇവിടെ നിന്നുകൊണ്ടല്ല നീ പറഞ്ഞ ഒന്നും കിട്ടിയില്ലെന്ന്? എവിടെ നിന്ന് നീ പറഞ്ഞോ ഒന്നും കിട്ടിയില്ല എന്ന് നീ പറഞ്ഞോ, അവിടെ വെച്ച് തന്നെ വല നിറയെ നിറയ്ക്കുന്ന ദൈവ സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വ്യക്തമായി ഞാൻ മനസ്സിലാക്കുന്നു, ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാണ്. നീ എവിടെ ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞുവോ, നീ എവിടെ ഭാരപ്പെട്ടുവോ, നീ എവിടെ നിരാശപ്പെട്ടുവോ, നീ എവിടെ കരഞ്ഞുവോ, നീ എവിടെ കണ്ണീർ വീഴ്ത്തിയോ, അവിടെ വെച്ച് നിന്റെ വലയെ, നിന്റെ പടകെ നിറയ്ക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇറങ്ങി വന്നിട്ടുണ്ട്. ഓ റിബ ഖബറബ ശംദലാറബ റിബ രഗജനാദിബി ശംദലാറഗടക അതുലാ റബൽ ഖറമനാദര വൗശംദരഗട റിബൽ വൗഡാറഗടക അംദൽ വൗശാറഗടക. എവിടെ നിന്നെ നിന്ദിച്ചത്? എവിടെ നിനക്ക് ഒന്നും കിട്ടിയില്ലെന്ന് നീ പറഞ്ഞത്? രാത്രി മുഴുവനും അധ്വാനിച്ചു,
ഒന്നും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. എന്തെങ്കിലും കിട്ടിയാലേ കാര്യമുള്ളൂ, പക്ഷെ ഒന്നും കിട്ടിയില്ല. നിന്റെ മുൻപിൽ നിൽക്കുന്ന ആരാന്നറിയാമോ? മരണത്താഴ്വരയെ ആനന്ദത്താഴ്വരയായി മാറ്റുവാൻ കഴിവുള്ളവൻ. മരണവസ്ത്രത്തെ ഹാലുയ നീതിൻ വസ്ത്രമായി മാറ്റുവാൻ കഴിവുള്ളവൻ. നിന്റെ രട്ട് അഴിച്ച് സന്തോഷം മുടിപ്പിക്കുവാൻ ശക്തനായ യേശുവാണ് നിന്റെ കൂടെ നിൽക്കുന്നത്. അവൻ്റെ മുഖത്തേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, അവൻ്റെ മുഖത്തേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. യേശുവിൻ്റെ കണ്ണുകളെ ഉയർത്തി. നീ ഇത്രയും നാൾ കീഴ്പോട്ടല്ല നോക്കിക്കൊണ്ടിരുന്നേ, ഇത്ര നാൾ താഴ്ത്തോട്ടല്ല നോക്കിക്കൊണ്ടിരുന്നേ. നിന്റെ തല ഉയർത്തി ആ യേശുവിൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കിയേ. അവങ്കിലേക്ക് നോക്കിയവരാരും ലജ്ജിച്ച് പോയിട്ടില്ലല്ലോ, അവങ്കിലേക്ക് നോക്കിയവരാരും തളർന്നു പോയിട്ടില്ലല്ലോ, അവങ്കിലേക്ക് നോക്കിയവരാരും കഷ്ടപ്പെട്ട് പോയിട്ടില്ലല്ലോ, അവന്റെ മുഖത്തേക്ക് നോക്കിയവരാരും ആലംബഹീനരായി പോയിട്ടില്ലല്ലോ, അവന്റെ മുഖത്തേക്ക് നോക്കിയവരാരും ഹല്ലേലൂയ തളർന്നു പോയിട്ടില്ലല്ലോ. യേശുവിന്റെ മുഖത്തേക്ക് നോക്കിക്കേ. നിന്റെ കഷ്ടപ്പാടിൽ അവൻ മതിയായ ദൈവം. എന്റെ പാപഭാരമെല്ലാം തൻ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ, എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ, ഇന്നയോളം എന്നെ നടത്തി. യേശുവിന്റെ സാന്നിധ്യം ഒന്ന് മനസ്സിലാക്കിയാണ്ട് അനുഭവിച്ചാണ്ട്. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. നീ എവിടെ വെച്ച് പറഞ്ഞുവോ അവിടെ നിന്റെ പടകിനെ നിറക്കുവാൻ ശക്തനായവൻ. പാഴും ശൂന്യതയും പണിയുവാൻ എൻ്റെ യേശു ഇറങ്ങി വന്നിട്ടുണ്ട്. പാഴും ശൂന്യതയും പണിയുവാൻ, പ്രേസ് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും നിന്നെ കരക്കയറ്റുവാൻ എൻ്റെ യേശു കടന്നു വന്നിട്ടുണ്ട്. ജീവന്റെ അധിപതിയാകിയ ക്രിസ്തു നഷ്ടപ്പെട്ടു തിരിച്ച് ലഭിക്കുള്ളെന്ന് പറയുന്ന സ്ഥാനത്ത്, ഇനി അതെനിക്ക് ലഭിക്കുവാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത്, പ്രൈസ് ദി ലോർഡ്, നീ സ്വപ്നത്തിൽ പോലും കാണണ്ടെന്ന് പലരും പറഞ്ഞ് പരിഹസിച്ച സ്ഥാനത്ത്, പ്രൈസ് ദി ലോർഡ്, നിനക്ക് സ്വപ്നം കാണുവാൻ പോലും പറ്റുകയില്ലെന്ന് നിന്നെ പരിഹസിച്ചവരുടെ മധ്യത്തിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഉയർത്തുവാനായ എൻ്റെ കർത്താവിൻ്റെ കരം, എൻ്റെ കർത്താവിൻ്റെ കാലുകൾ അവിടെ പതിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. മാർത്തായേ, മറിയാളെ, പ്രൈസ് ദി ലോർഡ്, നീ കരയണ്ട, നിങ്ങൾ കരയണ്ട. അവനെ വെച്ചത് എവിടെ? അവനെ വെച്ചത് എവിടെ? അവൻ ഇരിക്കുന്നത് എവിടെ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ആരെന്നറിയാമോ? ഞാൻ പുതുജീവനെ കൊടുക്കുവാൻ ശക്തനായവൻ. ഞാൻ ആരെന്നറിയാമോ? പാഴായതിനെ പണിയുവാൻ കഴിവുള്ളവൻ. ഞാൻ ആരെന്നറിയാമോ? ശൂന്യതയെ ഹാലിയ പണിയെടുക്കുന്നവൻ. ഞാൻ ആരെന്നറിയാമോ? ഹാലിയ പ്രേസലോ മറുപടി വിളിച്ചു വരുത്തുവാൻ ശക്തിയുള്ള ദൈവം. ഞാൻ ആരെന്നറിയാമോ? ഇല്ലാത്തതിനെ ഉള്ളതുപോലെ കൊണ്ടുവരുവാൻ ശക്തനായവൻ. ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആത്മാവ് ശക്തമായി ഓർപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചില പുതുജീവൻ നിന്റെ ഉദരത്തിൽ ഹല്ലേലൂയ ദൈവം പ്രേസ് നിനക്ക് വേണ്ടി നൽകി തരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ജീവൻ നഷ്ടപ്പെട്ടെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ ഹല്ലേലൂയ, നിനക്ക് തെറ്റുപറ്റിപ്പോയി. യേശു വലിയവൻ, യേശു വലിയവൻ, യേശു ലോകത്താൽ വലിയവൻ, യേശു വലിയവൻ. അവൻ വിളിച്ചു പറയുകയാണ്, ഹല്ലേലൂയ, ഉദരത്തിൽ പുതുജീവനെ കൊടുക്കുവാൻ എൻ്റെ യേശു ശക്തൻ. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചാട്ടെ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. യെസ്, പ്രൈസ് ദി ലോർഡ്, 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ആസാഫ് വിളിച്ചു പറയുകയാണ്,
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, നിത്യശൂന്യങ്ങളിലേക്ക് അവിടുത്തെ കാൽപ്പാടുകൾ ഇറങ്ങി വരണമേ. ഹല്ലേലൂയ. അതെ, ഇനി നീ ശൂന്യമായി ഇരിക്കേണ്ടവളല്ല. ഇനി ഹല്ലേലൂയ നീ പാഴായി ഇരിക്കേണ്ടവളല്ല. നീ നിറഞ്ഞവളായി, നിറഞ്ഞവനായി അനുഗ്രഹിക്കപ്പെട്ടവളായി കർത്താവിൻ്റെ പുതു കൃപകളെ പ്രാപിച്ചുകൊണ്ട്, കർത്താവിൻ്റെ പുതു നന്മകളെ പ്രാപിച്ചുകൊണ്ട്, കർത്താവിൻ്റെ പുതു ജീവനകളെ പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ അവന് വേണ്ടി എഴുന്നേൽക്കേണ്ട സമയമായി. അതിനു വേണ്ടിയല്ലോ ഈ 3 നാൾ നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ യേശുവിനെ പിടിച്ചാട്ടെ, വിശ്വാസത്തോടെ ഹല്ലേലൂയ അവന്റെ വാക്കുകൾക്ക് ചെവി കൊടുത്താട്ടെ. യേശു വലിയവൻ. എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുകയാണ്. ഇരുട്ടിലിരുന്ന ജനം വഴി ഒരു വെളിച്ചം കണ്ടു. ഗലീല പട്ടണത്തിൻ്റെ ഇരുൾ നീങ്ങിപ്പോയി. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് കടന്നു വന്നപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു, പ്രശ്നങ്ങൾ നീങ്ങിപ്പോയി. ജനം ഇരുട്ടിൽ നിന്നും വിടുതൽ പ്രാപിച്ചു. ജനം സത്യദൈവമാകിയ യേശുവിനെ കാണുവാൻ തുടങ്ങി, യേശുവിൻ്റെ കൃപകൾ അനുഭവിക്കാൻ തുടങ്ങി, യേശുവിൻ്റെ വിടുതൽ അനുഭവിക്കാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നു, ശൂന്യതകളെയും പാഴുകളെയും